ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നലത്തെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇന്നലെ നമ്മൾ നോക്കിയത് എന്തായിരുന്നു? എക്സലിന്റെ ഇൻട്രോ ആണ് നമ്മൾ കണ്ടത്. സോ അതിലെങ്ങനെയാണ് പുതിയൊരു കോളം ആഡ് ചെയ്യുക, അല്ലെ റോ ആഡ് ചെയ്യുക, എങ്ങനെ ഓൾറെഡി ഉള്ള കോളം അല്ലെങ്കിൽ റോസിനെ ഡിലീറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഹൈഡ് ചെയ്യുന്ന കാര്യങ്ങളും ഷീറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, വർക്ക് ബുക്കിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കണ്ടത്. ഇനി നമുക്ക് ഡേറ്റ എൻ്റർ ചെയ്തിട്ട് എങ്ങനെയാണ് അതിനെ നമുക്ക് ഫോർമാറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ. ഇപ്പൊ ഡേറ്റ ഇപ്പം ഞാനിത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇപ്പൊ ഇവിടെ ആഡ് ഐ ഡി ഉണ്ട്, ക്യാമ്പയിൻ നെയിം ഉണ്ട്, ക്ലിക്സ് ഉണ്ട്, ഇംപ്രഷൻസ് ഉണ്ട്, കോസ്റ്റ് ഉണ്ട്, ലീഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ കൺവേർഷൻ ഉണ്ട്, അതുപോലെ കൺവേർഷൻ റേറ്റ് ഉണ്ട്, ദെൻ സെയിൽസ് എമൗണ്ട് ഉണ്ട്, ആഡ് ഡേറ്റ് ഉണ്ട്, ലൊക്കേഷൻ ഉണ്ട്, ഡിവൈസ് ഉണ്ട്, കീവേഡ്, അങ്ങനെ കുറച്ച് കോളംസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് നോർമലി ഡേറ്റ എൻട്രി ചെയ്യാൻ അറിയില്ല. ഒരു സെൽ എടുക്കുക, അതിൽ എന്ത് കൊടുക്കുക, ഇതുപോലെ ആഡ് അണ്ടർസ്കോർ ഐ ഡി, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ക്യാമ്പയിൻ അണ്ടർസ്കോർ നെയിം, ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഡേറ്റ എന്ത് ചെയ്യാൻ പറ്റും, എൻട്രി ചെയ്യാൻ പറ്റും. ഇനി ഇതിന് എങ്ങനെയാണ് നമുക്ക് ഹെഡിങ് നമുക്ക് കറക്റ്റ് ആയിട്ട് എന്താണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ എനിക്ക് ഹെഡിങ് കിടക്കണം, കുറച്ച് ബോൾഡ് ആയിട്ട് ഹെഡിങ് ആണെന്ന് മനസ്സിലാകണം. അതുപോലെ തന്നെ വാല്യൂസ്, പിന്നെ ബോർഡർ എനിക്ക് കൊടുക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യണം അല്ലേ. ഇതൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ കോളത്തിനെ ഞാൻ ജസ്റ്റ് ചെറുതാക്കുവാണ്. എന്നിട്ട് ഞാൻ ഈ പറയുന്ന ഇത്, അതായത് ഹെഡിങ് എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. അപ്പൊ ഈ ഹെഡിങ് അടങ്ങുന്ന അത്രയും വാല്യൂസ് അടങ്ങുന്ന ആ ഒരു സെൽസിനെ ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ. അതായത് ആദ്യത്തെ സെല്ലില് A1 തൊട്ട് M1 വരെ, A to M വരെ ഞാൻ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. കാരണം അവിടെ വരെയാണ് എന്റെ ഹെഡിങ് ഇരിക്കുന്നത് അല്ലെ. എന്താ ഹെഡിങ്? ആഡ് ഐ ഡി, ക്യാമ്പയിൻ നെയിം, ക്ലിക്സ്, ഇംപ്രഷൻസ്, കോസ്റ്റ്, ലീഡ്സ്, അപ് ടു, അങ്ങനെ. ഈ ഹെഡിങ്ങിന് എനിക്ക് എന്ത് ചെയ്യണം, അതിന്റെ ഫോണ്ട് സെറ്റ് ചെയ്യണം, ഫോണ്ടിന്റെ കളർ സെറ്റ് ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇപ്പൊ ഈ പറയുന്ന ഈ ഹോമില് നമ്മുടെ ഫോണ്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഹോമില് ആദ്യമേ ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. അതിനുശേഷം നമുക്ക് എന്തുണ്ട്, ഫോണ്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ഇവിടെയായിട്ട് കമാൻഡ് ലാഷസ് ഉണ്ട്. നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഫോർമാറ്റ് സെൽസ് എന്ന് പറയുന്ന ഒരു സ്ക്രീൻ വരും. അതിൽ നമുക്ക് ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ഫോണ്ടാണ്. ഓക്കെ. ആദ്യമേ നമുക്ക് ഫോണ്ട് സെറ്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഏത് ഫോണ്ടാണ് വേണ്ടത്, ഇവിടെ ഒരുപാട് ഫോണ്ട് അവൈലബിൾ ആണ്. അതിൽ ഏത് ഫോണ്ടാണ് വേണ്ടത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പം ഇത് മതിയെങ്കിൽ ഓക്കെ, ഇത് ഞാൻ കൊടുത്തു. ഏതെങ്കിലും ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുക. ദെൻ ഫോണ്ടിന്റെ സ്റ്റൈല് റെഗുലർ വേണോ, ഇറ്റാലിക് ആയിരിക്കണോ, ബോൾഡ് ആയിരിക്കണോ, ബോൾഡ് ഇറ്റാലിക് ആയിരിക്കണോ, ഏത് സ്റ്റൈലാണ് വേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുക. സപ്പോസ് നിങ്ങൾക്ക് ഇറ്റാലിക് ആണ് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതല്ല ബോൾഡ് ആണ് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതല്ല ബോൾഡ് ഇറ്റാലിക്, ബോൾഡും ആവണം എന്നാൽ ഇറ്റാലിക്കും ആണെങ്കിൽ അത് കൊടുക്കുക. അപ്പൊ അത് ഞാൻ സെലക്ട് ചെയ്തു. ദെൻ അതിന്റെ സൈസ് കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, സൈസ് കൂട്ടുക. ഓക്കെ. ഞാൻ ഫോണ്ടിന്റെ അവിടെ എടുത്തു. ആദ്യമേ ഞാൻ ഫോണ്ട് സെറ്റ് ചെയ്തു, ഫോണ്ടിന്റെ സ്റ്റൈല് സെറ്റ് ചെയ്തു, സൈസ് സെറ്റ് ചെയ്തു. ഇനി ഇവിടെ വന്നിട്ട് അണ്ടർലൈൻ വേണോ വേണ്ടയോ, ഈ പറയുന്ന എന്റെ ഹെഡിങ്സിന് അണ്ടർലൈൻ, സിംഗിൾ അണ്ടർലൈൻ വേണോ, ഡബിൾ വേണോ, അത് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ. സിംഗിൾ കൊടുക്കാം, ഡബിൾ കൊടുക്കാം. അതില്ലെങ്കിൽ, അത് വേണ്ടെങ്കിൽ നണ്ണെന്ന് വേണേലും കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ. ഇനി കളർ ഏത് വേണം, ഏത് കളറിലാണ് അത് വരേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഓക്കെ. കളറും കൂടെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് എന്ത് കൊടുക്കുന്നു, ഓക്കെ കൊടുത്തു. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, അതിന്റെ ഈ ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ സെലക്ട് ചെയ്ത ഫോണ്ട് കാലിബ്രെ ലൈറ്റ് ആണ്. സൈസ് ഞാൻ കൊടുത്തത് എന്താണ്, 14 ആണ്. ബോൾഡും ഞാൻ കൊടുത്തു, ബോൾഡ് ഇറ്റാലിക് ആണ് കൊടുത്തത്. അപ്പൊ ബോൾഡും ആക്കണം, ഇറ്റാലിക്കും ആയിരിക്കണം. സോ ബോൾഡ് ഇറ്റാലിക് വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താലും മതി. അതുപോലെ അണ്ടർലൈൻ ഞാൻ കൊടുത്തിട്ടില്ല. അതുപോലെ ഇതിന്റെ കളർ എന്താ ഞാൻ കൊടുത്തത്, അതായത് എഴുതി വരുന്ന ടെക്സ്റ്റിന്റെ കളറാണ് ഞാൻ അവിടെ കൊടുത്തത്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ അവിടെ കൊടുത്തത്. ജസ്റ്റ് ഈ പറയുന്ന ആദ്യത്തെ സെല്ല്, അതാണ് എന്റെ ഹെഡിങ് അടങ്ങുന്നത്. അപ്പൊ ആ ഒരു സെല്ലിന് ഞാൻ ഇവിടെ തൊട്ട് ഇവിടെ വരെ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. ദെൻ ഇവിടെ വന്നു, ആദ്യമേ ഫോണ്ട് സെറ്റ് ചെയ്തു, ഫോണ്ടിന്റെ സ്റ്റൈൽ സെറ്റ് ചെയ്തു, സൈസ് സെറ്റ് ചെയ്തു. അണ്ടർലൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം, അല്ലെങ്കിൽ കളർ വേണമെങ്കിൽ കളർ കൊടുക്കാം. അതായത് എഴുതി വരുന്ന ഓരോ ലെറ്റേഴ്സിന്റെയും കളറാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. ഇത് മാറ്റി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കൊടുത്തു നോക്കണമെങ്കിൽ ഓക്കെ. ഞാനിപ്പോ റെഡ് കൊടുത്തു, ഓക്കെ കൊടുത്തു. നോക്കിക്കേ, ഇപ്പൊ അതെന്തായി, റെഡ് കളറിലായിട്ട് വന്നു. ഓക്കെ.
ഇനി അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ വേണ്ട ബോർഡർ കൊടുക്കണം എന്ന് വിചാരിക്കുക. ബോർഡർ കൊടുക്കണമെങ്കിൽ ആദ്യമേ തന്നെ നിങ്ങൾ ഏത് കളർ എന്നുള്ളത് ചൂസ് ചെയ്യണം. ബോർഡർ കൊടുക്കണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഏത് കളർ. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ആ റീല് മൈക്ക് ഓൺ ആണെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഇല്ല, ആരാ വിളിച്ചേ? ഹലോ, ആരെങ്കിലും മൈക്ക് ഓൺ ആണെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് എന്താക്കണം, ബോർഡർ സെറ്റ് ചെയ്യണം. ബോർഡർ സെറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് സെറ്റ് ചെയ്യണം, കളർ സെറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് പറഞ്ഞു, ഏത് ഏത് ഇതിലാണ് എനിക്ക് കളർ വരേണ്ടത്. അപ്പൊ ഞാൻ ബോർഡറിന്റെ കളർ ഞാൻ ആദ്യമേ ചൂസ് ചെയ്തു. ഇത് സ്റ്റൈലാണ്, ഡോട്ടഡ് വേണോ ഡാഷ്ഡ് വേണോ, അതോ ഈ പോലെയുള്ള കുറച്ചുകൂടെ എന്താണ് ഇതായിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള ലൈൻസ് വേണോ, ഏത് സ്റ്റൈൽ വേണമെന്ന് ഇവിടെ നിന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ട പ്രീസെറ്റ്സിൽ വന്നിട്ട് ഔട്ട്ലൈൻ പുറത്തുള്ളത് വേണോ അതോ അകത്തുള്ളത്, അതൊക്കെ വേണമെങ്കിൽ അതൊക്കെ കൊടുക്കാം. ഓക്കെ, ഇവിടെ വരുമ്പം ഈ പുറമേ ഉള്ളത് മാത്രം മതിയോ അതോ അകത്ത്, അതൊരു ചെറിയ ആ ഒരു സെൽ ആയതുകൊണ്ട് തന്നെ ഏറ്റവും പുറത്തുള്ളതും ദെൻ നടുക്കായിട്ട് വരുന്നതും ആ രണ്ടെണ്ണമാണ് ഞാൻ കൊടുത്തത്. എന്നിട്ട് ഞാൻ എന്ത് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇതിനുള്ളിൽ എന്ത് വന്നു, ബോർഡർ വന്നു. വേണമെങ്കിൽ ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കാണിക്കാം. നോക്കിക്കേ, ഈ സെൽസിന് എന്ത് വന്നു, ബോർഡർ വന്നു. എഗെയിൻ ഞാനിത് എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ഇനി എനിക്ക് കളർ ആഡ് ചെയ്യണം. വീണ്ടും ദേ ഇവിടെ വരുന്നു, ഫില്ലിൽ വന്നു. ഫില്ലിൽ വന്നിട്ട് ദേ ഇവിടെ വന്നിട്ട് ഒന്നെങ്കിൽ ഈ കളേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ മോർ കളേഴ്സിൽ പോയാൽ ദേ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കളർ എടുക്കാം. അല്ലെങ്കിൽ കസ്റ്റംസിൽ വന്നിട്ട് നമുക്കിപ്പോ RGB ഫോർമാറ്റിൽ കളർ പറഞ്ഞു കൊടുക്കാം. ഈ RGB എന്ന് പറഞ്ഞാൽ എന്താ, റെഡ് ഗ്രീൻ ബ്ലൂ, ആ ഒരു ഫോർമാറ്റാണ്. നോർമലി നമ്മുടെ ഏതൊരു ഇമേജിന്റെയും ആ ഒരു കളർ ഫോർമാറ്റ് എടുക്കുന്നത് RGB ഫോർമാറ്റ് ആണ്. സോ റെഡ് എന്തോരം വേണം, ഗ്രീൻ എന്തോരം വേണം, ബ്ലൂ എന്തോരം വേണം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതല്ല എങ്കിൽ ഇവിടെ ഉള്ളത് തന്നെ വെച്ച് നമുക്ക് കൊടുക്കാനായിട്ടും പറ്റും. സോ ഏത് കളർ വേണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ദേ ഈ ഒരു കളർ ചൂസ് ചെയ്തു. എന്നിട്ട് ഞാൻ ഓക്കെ കൊടുത്തു. അപ്പൊ ദേ ഇതാണ് ആ കളർ. ഞാൻ കൊടുത്ത് കാണിക്കാൻ, കണ്ടോ ഇതിനുള്ളിൽ എന്ത് കയറി, ആ ഒരു കളർ വെച്ച് ഞാൻ ഫില്ല് ചെയ്തു. അപ്പൊ ടൈറ്റിൽ മാത്രമാണ്, അതായത് ഹെഡിങ് മാത്രമാണ് ഞാനിപ്പോ സെറ്റ് ചെയ്തത്. അതായത് അതിന്റെ എന്ത് ചെയ്തു, ഫോണ്ട് സെറ്റ് ചെയ്തു, ഫോണ്ടിന്റെ സൈസ് സെറ്റ് ചെയ്തു, ബോൾഡ് ആക്കി, ഇറ്റാലിക് ആക്കി, അണ്ടർലൈൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതുപോലെ ബോർഡർ ഞാൻ ഇവിടെ എന്തൊക്കെ കൊടുത്തു, ആ ഒരു ഓരോ ലെറ്റേഴ്സിന്റെയും കളർ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ബോർഡർ സെറ്റ് ചെയ്തു, കളറ്, അതിന്റെ തിക്നെസ് കാര്യങ്ങൾ സെറ്റ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, ഒരു കളർ വെച്ച് ഫില്ല് ചെയ്തു. ഇപ്പൊ എന്റെ ബോർഡർ, അതായത് ഈ പറയുന്ന ഹെഡിങ് സെറ്റായി. ഇനി ആരെ സെറ്റ് ചെയ്യണം, വാല്യൂസ് നമുക്ക് സെറ്റ് ചെയ്യണം. ഓക്കെ, ഇത് ഹെഡിങ് സെറ്റായി. ഇനി എനിക്ക് വാല്യൂസ് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടി ഞാൻ വാല്യൂസ് സെലക്ട് ചെയ്തു. എഗെയിൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ വരുന്നു. അതിന്റെ ഓക്കെ ഇത് തന്നെ കിടക്കട്ടെ, സൈസ് ഇത്ര തന്നെ മതി, റെഗുലർ ആയിട്ട് തന്നെ നിന്നാ മതി. പിന്നെ എഴുതി വന്നിരിക്കുന്ന ബ്ലാക്ക് തന്നെ മതി, വേറെ പ്രശ്നമൊന്നുമില്ല, അത് നോർമൽ ടെക്സ്റ്റ് ആണല്ലോ. പിന്നെ ബോർഡർ കൊടുക്കണം. ബോർഡർ കൊടുക്കാൻ നേരത്ത് ഞാൻ വേറൊരു കളറാണ് ബോർഡറിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ബോർഡർ എടുത്തു, ഇതാണ് കൊടുക്കുന്നത്. ദെൻ ഇതെടുത്തു, ഇത് കൊടുത്തു. പിന്നെ ഇവിടെ വരുന്നു, ഒരു കളർ വെച്ച് ഞാൻ ഫില്ല് ചെയ്യാൻ പോവാണ്. ഞാനൊരു കളർ ചൂസ് ചെയ്തു. ദെൻ ഓക്കെ കൊടുത്തു. നോക്കിക്കേ, ഇപ്പൊ എന്തായി, ആ ഒരു അതായത് വാല്യൂസിന്റെ എല്ലാം വാല്യൂസ് മൊത്തത്തിൽ ഞാൻ സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ എന്താ പറഞ്ഞത്, അവരുടെ ആ ഒരു ബോർഡർ ഞാൻ സെലക്ട് ചെയ്തു, ഏത് കളറിൽ ബോർഡർ വരണം, അതിനകത്ത് ഏത് കളർ വെച്ച് ഫില്ല് ചെയ്യണം എന്നുള്ള എല്ലാം പറഞ്ഞു കൊടുത്തു. ഇപ്പൊ നമുക്ക് എന്തായി, ഹെഡിങ് വേറെ, അതുപോലെ വാല്യൂസിന് വേറെ അല്ലെ. ഹെഡിങ് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, ഹൈലൈറ്റ് ചെയ്ത് നിർത്തി അല്ലെ. നമ്മൾ അതിന് മാത്രമായിട്ട് വേറൊരു കളർ വെച്ച് ഫില്ല് ചെയ്തു. അതുപോലെ തന്നെ വേറെ എന്ത് കൊടുത്തു, വേർഡ്സിനൊക്കെ അതായത് ലെറ്റേഴ്സിനൊക്കെ കളർ നമ്മൾ മാറ്റി കൊടുത്തു. അതുപോലെ തന്നെ അതിനെ കുറച്ച് ബോൾഡ് ഇറ്റാലിക് ആക്കി കൊടുത്തു. അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ അതിനെ എന്ത് ചെയ്തു, സെറ്റ് ചെയ്ത് നിർത്തി. വാല്യൂസ് ഒക്കെ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്തു, മാറ്റി. വാല്യൂസിന്റെ ഒക്കെ നമ്മൾ ബോൾഡ് ഇച്ചിരൂടെ എന്ത് കൊടുത്തു, ബോർഡർ ഒക്കെ കൊടുത്തു. വാല്യൂസിന്റെ ഒക്കെ കളറൊക്കെ സെറ്റ് ചെയ്തു. ഇപ്പൊ നമുക്ക് എങ്ങനെയുണ്ട്, കറക്റ്റ് ആയിട്ട് നമുക്ക് ഹെഡിങ്ങും മനസ്സിലാകും, ബോർഡറും നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാകും. ഇനി വരുന്നത് അലൈൻമെന്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ ടൈറ്റിൽ അതായത് ഹെഡിങ് സെലക്ട് ചെയ്തു. എന്നിട്ട് അലൈൻമെന്റിൽ വരുന്നു.
അലൈൻമെന്റിൽ വന്നിട്ട് നമുക്കത് വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്യാൻ കേട്ടോ. ഇവിടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇങ്ങനെ പോണമെന്നില്ല. ഇത് ലെഫ്റ്റിലേക്ക്, ഇത് സെന്ററിലേക്ക്, ഇത് റൈറ്റിലേക്ക്, ഏത് വേണേലും കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ ലെഫ്റ്റിലേക്ക് ആക്കും. ഇപ്പൊ ഓൾറെഡി അതെല്ലാം ലെഫ്റ്റിലാണ് കിടക്കുന്നത്. സെന്ററിലേക്ക് ആക്കുന്നു. അപ്പൊ ഈ പറയുന്ന കോളം ഒക്കെ കുറച്ചുകൂടെ ഒന്ന് വലുതാക്കുവാണെങ്കിൽ കാണാൻ പറ്റും. അത് സെന്ററിലേക്ക് ആകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഉം. Okay. ഇപ്പൊ അത് സെന്ററിലാണ്. ഇനി റൈറ്റിലേക്ക് ആക്കണമെങ്കിൽ എന്ത് കൊടുക്കുക? റൈറ്റ് കൊടുക്കുക. അപ്പൊ നോക്കിക്കേ, ഈ സൈഡിലായിട്ടാണ് വന്ന് ആര് നിൽക്കുന്നത്? ഇപ്പൊ ആ ഒരു ഹെഡിങ് വന്ന് നിൽക്കുന്നത്. അപ്പൊ ലെഫ്റ്റിലേക്ക് ആക്കാം, സെന്ററിലേക്ക് ആക്കാം, റൈറ്റിലേക്ക് ആക്കാം. അതായത് അതിന്റെ അലൈൻമെന്റ് ഏതിലേക്ക് അലൈൻ ചെയ്യണം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ. ഇൻഡന്റേഷൻ ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഡിക്രീസ് ചെയ്യാം, അതല്ല ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. അതിനനുസരിച്ച് അതായത് ഇങ്ങോട്ടേക്കുള്ള ആ ഒരു സ്പേസ് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനും പറ്റും? കുറയ്ക്കാനും പറ്റും. കുറയ്ക്കുന്ന അനുസരിച്ച് ആ ഒരു ബോർഡർ ലൈനിലേക്ക് അടുത്ത് ടെക്സ്റ്റ് ഡേറ്റ നിൽക്കും. കൂട്ടുന്ന അനുസരിച്ച് ബോർഡർ ലൈനിൽ നിന്നും അകലെയായിട്ട് ടെക്സ്റ്റ് നിൽക്കും. ഓക്കെ. അങ്ങനെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെയാണ് എന്ത് വരിക? അലൈൻമെന്റ് വരിക. എങ്ങനെ അലൈൻ ചെയ്യണം എന്നുള്ളത് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് എന്തുണ്ട്? നമ്പർ ഫോർമാറ്റിംഗ് ആണ്. അതിൽ നമുക്കിപ്പോൾ ഡേറ്റ് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്. അപ്പൊ ഡേറ്റ് എന്ന് പറയുന്ന കോളത്തിലെ വാല്യൂസ് മാത്രമായിട്ട് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇപ്പൊ അത് ഡേറ്റിലാണ് കിടക്കുന്നത്. ഷോർട്ട് ഡേറ്റിലാണ് അത് കിടക്കുന്നത്. കാരണം ഷോർട്ട് ഡേറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ? ഇതുപോലെ ഡേ, മന്ത്, ഇയർ നമ്മൾ നോർമലി എഴുതുന്നതാണ് ഷോർട്ട് ഡേറ്റ് എന്ന് പറയുന്നത്. ഇതിനെ തന്നെ ഞാൻ ലോങ് ഡേറ്റ് ആക്കി കാണിക്കാം. ലോങ് ഡേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഞാൻ ഈ കോളം ഒന്ന് ജസ്റ്റ് ഒന്ന് വലുതാക്കുവാണ്. നോക്കിക്കേ, ലോങ് ഡേറ്റ് കൊടുത്തപ്പം ഡേ 16, പിന്നെന്താ വന്നേ? മന്തിന്റെ നെയിം, മന്ത് നെയിം, പിന്നെന്താ വരുന്നത്? ഇയർ ആണ് വരുന്നത്. നോക്കിക്കേ, 16 നവംബർ 2024, 20 നവംബർ 2024. ലോങ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റിനെ തന്നെ എന്താക്കുക? ഈ പറയുന്ന രീതിയിൽ ഡേ, പിന്നെ മന്തിനെയും അതുപോലെ ഇയർ എന്നാക്കുക. എന്നാൽ ഷോർട്ട് ഡേറ്റ് എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതുപോലെ ഷോർട്ട് ആയിട്ട് നമ്മുടെ ഡേറ്റിനെ കിട്ടും. നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ലോങ് ഡേറ്റ് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം, ഷോർട്ട് ഡേറ്റ് വേണമെങ്കിൽ അതും ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഏതിൽ നിൽക്കണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ. അതാണ് ഈ ഡേറ്റ് എന്ന് പറയുന്നത്. ഷോർട്ട് ഡേറ്റിൽ ഇടാം, അല്ലെങ്കിൽ ലോങ് ഡേറ്റിൽ വേണേലും ഇടാനായിട്ട് പറ്റും. പിന്നെ നോർമലി ഇപ്പൊ കൺവേർഷന്റെ കോളത്തിലെ വാല്യൂസ് ജനറൽ ആണ് കിടക്കുന്നത്. നോർമലി ജനറൽ ഒരു സ്പെസിഫിക് ഫോർമാറ്റ് അല്ലാതെ കിടക്കും. നമ്പർ എന്ന് കിടന്നാൽ അതിൽ പോയിന്റ് വരും. പോയിന്റിലാണ് നമ്പർ എന്ന് പറയുമ്പോൾ വരുന്നത്. കറൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ റുപ്പീസ് അതുപോലെയുള്ള വാല്യൂസ് ഉണ്ടല്ലോ, അതാണ്. ഇപ്പൊ ഇവിടെ നിൽക്കിയാലും ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷ്, റുപ്പീസ്, ഡോളർ, അങ്ങനെ യൂറോ, അങ്ങനെയുള്ള പല ഇതുണ്ട്. നമുക്കിപ്പോ കറൻസി എന്ന് പറയാൻ പല രീതിയിലായിരിക്കുമല്ലോ വരുന്നത്. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് റുപ്പീസ് ഉണ്ട്, അതുപോലെ പലതുണ്ട്, ഡോളർ, അങ്ങനെയുള്ളത്. അതിൽ ഏത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ. ഇപ്പൊ കറൻസി രീതിയിൽ ഇടണമെങ്കിൽ കറൻസിയുടെ രീതിയിൽ ഇടാം, അതല്ല അക്കൗണ്ടിങ് രീതിയിൽ ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാം. ദെൻ പിന്നെ വരുന്നത് ഓക്കെ, നോർമൽ രീതിയിലേക്കാണ് ഞാൻ ആക്കുന്നത്, കാരണം അത് ജനറൽ നോർമൽ ആയിട്ടുള്ള വാല്യൂസ് ആണ്. ഇവിടെ ഇതിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്താൽ കാണാൻ പറ്റും. ജനറൽ എന്ന് പറയുമ്പോൾ നോർമൽ നമ്പർ, ഒരു ഫോർമാറ്റും ഇല്ലാതെ നോർമലി കിടക്കുന്നതാണ്. നമ്പർ എന്ന് പറയുമ്പോൾ വിത്ത് ഡെസിമൽ പോയിന്റ് ആണ്. അപ്പൊ നോർമലി അവിടെ ഡെസിമൽ പ്ലേസസ് 2 കാണിക്കുന്നതുകൊണ്ടാണ് 0.00 എന്ന് പറയുന്നത്. ഡെസിമൽ പ്ലേസസ് കുറയ്ക്കുന്ന അനുസരിച്ച് അത് കുറയും. നോർമൽ രീതിയിലേക്ക് നമുക്ക് ഇടാനും പറ്റും. കറൻസി, കറൻസി എന്ന് പറയുന്നത് ഒരുപാടുണ്ട് കേട്ടോ. നോർമലി ഇതുണ്ടോ, റുപ്പീസ്, അമേരിക്കൻ, അപ് ടു ഇതിനകത്ത് വന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കണ്ടോ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് അമേരിക്കൻ അല്ലെങ്കിൽ ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ വന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അക്കൗണ്ടിങ് ടൈപ്പ് ഉണ്ട്. ഡേറ്റ്, ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് പല രീതിക്ക് ഇടാൻ പറ്റും. ഷോർട്ട് ഡേറ്റും ലോങ് ഡേറ്റും അവിടെ നിന്ന് കിട്ടും. അതാണ് ഈ രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നത്. ഷോർട്ട് ഡേറ്റ് എന്ന് പറഞ്ഞാൽ മന്തിന്റെ നമ്പർ, ഡേയുടെ നമ്പർ, സോറി ഡേ, മന്ത്, ഇയർ എന്നുള്ള രീതിയിൽ. ഇനി ലോങ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡേ, മന്ത് നെയിം, ഇയർ എന്നുള്ള രീതിയിൽ. അതല്ലാതെ നമുക്ക് ദേ ഇവിടെ വന്നിട്ട് ദേ ഇങ്ങനെയും കൊടുക്കാം. ഇതെന്താ ശരിക്കും? ഡേ നെയിം, പിന്നെന്താണ് ഡേയുടെ നമ്പർ എത്രയാണ്, പിന്നെ മന്ത്, ഇയർ, ആ രീതിയിൽ വേണേലും. അത് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതിൽ കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ ഡേറ്റ് എന്ന് പറയുന്ന കോളത്തിന്റെ വാല്യൂസ് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ വരുന്നു, ഈ പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് പറയുന്നു? ഈ രീതിയിലേക്ക് ആക്കുക. അതായത് ഡേയുടെ പേര് വേണം, ഡേ നമ്പർ വേണം, മന്ത് നെയിം വേണം, ഇയർ വേണം, ആക്കി. ഇതിപ്പോ ഇതിനകത്ത്
എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹാഷ് വരുന്നതെന്ന് ചോദിച്ചാൽ അതിൽ ഉൾക്കൊള്ളാവുന്ന ഡേറ്റ അല്ല അതിൽ വന്നിരിക്കുന്നത്. ആ ഒരു സെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഡേറ്റ അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യുക, കോളത്തിന്റെ വലിപ്പം ഒന്ന് കൂട്ടുക. കോളത്തിന്റെ വലിപ്പം കൂട്ടുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. നോക്കിക്കേ, ആദ്യമേ എഴുതിയിരിക്കുന്നത് ഡേയുടെ നെയിം എന്താണ്, ദെൻ ഡേയുടെ നമ്പർ, സാറ്റർഡേ 16 നവംബർ 2024. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. മുമ്പേ പറഞ്ഞ ലോങ് ഡേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഡേ നെയിം അങ്ങനെയൊക്കെയുള്ള രീതി, അതായത് ഡേ നമ്പർ, മന്ത് നെയിം, ഇയർ എന്നാണ്. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതല്ല, ഈ രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ രീതിയിൽ മതിയെങ്കിൽ ഇങ്ങനെ ഇടാം. അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതാണ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി വരുന്ന ടൈം. ടൈം നമുക്കിവിടെ ഓക്കെ, ടൈം എന്ന് പറഞ്ഞ കോളം ഇല്ല. സോ ഞാൻ ഇവിടെ എഴുതി കാണിക്കാം ടൈം എങ്ങനെയാണ് വരുന്നതെന്ന് എഴുതി കാണിക്കാം. ഓക്കെ, സോ ഞാനിപ്പം ഇപ്പത്തെ ഇത് വെച്ചിട്ട് 21/16 എഴുതി. 21/16 എഴുതി. എന്നിട്ട് ഞാൻ ഇവിടെ വരുന്നു. ദെൻ ടൈമിൽ വരുന്നു. ടൈമിൽ വന്നിട്ട് ഞാൻ എന്ത് പറഞ്ഞു, ഇതനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, സെറ്റ് ചെയ്തു. ആക്ച്വലി അത് എന്താ, 9:16, അതായത് 9 എന്ന് പറയുന്ന മണിക്കൂർ, ദെൻ മിനിറ്റ്സ്, ദെൻ സെക്കൻഡ്സ്. ഓക്കെ, PM. നമുക്കറിയാലോ ഇതൊരു PM ആണ്. നമുക്ക് ഇപ്പം PM കിട്ടണമെങ്കിൽ നോർമലി 24ന്റെ രീതിയിലാണ് നിൽക്കുന്നത്. അതിൽ വന്നിട്ട് PM കിട്ടണമെങ്കിൽ എന്തില്, അതായത് ആഫ്റ്റർനൂൺ കിട്ടണമെങ്കിൽ ഈ ഒരു രീതിയിൽ കൊടുക്കണം. അതായത് ഇത് 1 മണി കിട്ടണമെങ്കിൽ 13, then അത് 14 അപ് ടു അങ്ങനെ കൊടുക്കണം. ഇനി മോർണിംഗ് ആണ് കിട്ടണമെങ്കിൽ നോർമൽ നമ്മൾ രീതിയിൽ കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ പറയുന്നു 6:30, രാവിലെയാണ് ഉദ്ദേശിക്കുന്നത്. 6:30 എന്നുള്ളത് എഴുതി. ദെൻ എന്ത് ചെയ്തു, ഇവിടെ വന്നു. ദെൻ നേരെ ഇവിടെ വരുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് കൊടുക്കുന്നു, ഏത് ഫോർമാറ്റിൽ വേണം എന്നുള്ളത് ടൈമിൽ വരുന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇത് അവർ, മിനിറ്റ്, സെക്കൻഡ് എന്നുള്ള രീതിയിൽ വേണോ, ഇങ്ങനെ വേണോ, അതോ അവർ, മിനിറ്റ് മാത്രം മതിയോ, AM PM വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഞാനിപ്പോ അവർ, മിനിറ്റ്, സെക്കൻഡ്, ദെൻ AM ഓർ PM അതുകൂടെ വേണം എന്നുള്ള രീതിയിൽ കൊടുത്തു. ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഇത് AM എന്നാണ്. രാവിലെ ഏർലി മോർണിംഗ് 6:30 ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഞാൻ ഓക്കെ കൊടുത്തു. കണ്ടോ, പെർഫെക്റ്റ് 6:30 വന്നു അല്ലെ, AM എന്നുള്ള രീതിയിൽ വന്നു. കാരണം എന്താ, ഈ PM കിട്ടണമെങ്കിൽ നമ്മൾ 24 ഇട്ട് തന്നെ ചെയ്യണം. അതായത് ഈ രീതിയിൽ തന്നെ ചെയ്യണം. ഇപ്പത്തെ ആണെങ്കിൽ 21/18 എന്ന് കൊടുക്കണം. ഇപ്പത്തെ കിട്ടണമെങ്കിൽ കറക്റ്റ് ആയിട്ട് അതിനനുസരിച്ച് PM എടുത്തോളും. മോർണിംഗ് ആണെങ്കിൽ നമ്മൾ 1 to ആ ഒരു രീതിയിൽ തന്നെ കൊടുക്കണം. ഇനി സെക്കൻഡ്സും കൂടെ വേണമെങ്കിൽ ഞാൻ പറയുന്നു 6, ദെൻ 5 ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ സെല്ലിൽ വന്നു. എഗെയിൻ ഞാൻ ഇവിടെ വരുന്നു. ടൈമിൽ വന്നു. എഗെയിൻ ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് അവർ, മിനിറ്റ്, സെക്കൻഡ്, ദെൻ PM എന്നുള്ളത് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. കണ്ടോ, 6 മണിക്കൂർ 30 മിനിറ്റ് 5 സെക്കൻഡ്സ് AM എന്നുള്ള രീതിയിൽ വന്നു. അങ്ങനെ നമുക്ക് ടൈം കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് 24ന്റെ രീതിയിലാണ് കറങ്ങുന്നത്. സോ രാവിലത്തെ കിട്ടണമെങ്കിൽ 1 to ആ ഒരു രീതിയിൽ കൊടുക്കുക. ഉച്ചകഴിഞ്ഞ് കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. ഇപ്പൊ കണ്ടോ, എന്റെ സിസ്റ്റത്തെ തന്നെ കിടക്കുന്ന നോക്കിക്കേ, 21/18 എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ അത് കൊടുത്തു. കറക്റ്റ് ആയിട്ട് എനിക്ക് PMന്റെ രീതിയിൽ വന്നു. രാവിലത്തെ കിട്ടണമെങ്കിൽ കറക്റ്റ് ആയിട്ട് ഈ രീതിയിലും കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈം ഈ രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്, ടൈമിനെ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ രീതിയിൽ, അല്ലെങ്കിൽ അവർ, മിനിറ്റ് മാത്രം മതിയെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ വന്നിട്ട് എന്തെടുക്കാം, ഈ ടൈമിൽ വന്നിട്ട് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, ഇത് ഈ രീതിയിൽ കൊടുക്കണമെങ്കിൽ അവർ, മിനിറ്റ് മാത്രം മതിയെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. അവർ, മിനിറ്റ്, സെക്കൻഡ് വിത്ത് AM ഓർ PM അതുകൂടെ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. അങ്ങനെ അനുസരിച്ച് നമുക്ക് ഇവിടെ മാറ്റി മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഡേറ്റനെ പെർസെൻറ്റേജിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്യാം. ഫ്രാക്ഷൻ, അതായത് ഇത് ഇവിടെ വന്നിട്ട് അപ് ടു 1 ഡിജിറ്റ്, അതായത് 1/4 അല്ലെങ്കിൽ ഈ രീതിയിൽ എടുക്കണം, ഹാഫ് എടുക്കണം, ക്വാർട്ടർ എടുക്കണം, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് പറഞ്ഞു കൊടുക്കാം. സയന്റിഫിക് രീതിയിൽ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. പിന്നെ വരുന്നത് നോർമൽ ടെക്സ്റ്റ്, അത് അതേപടി തന്നെ കിടക്കുകയുള്ളൂ. ഇനി ഇതൊന്നും അല്ലാത്ത സ്പെഷ്യൽ ഇതായിട്ടുള്ളത് വരുന്നുണ്ട്. അതിലെന്തെങ്കിലും വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. ഈ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് ഡേറ്റിന്റെ ഉണ്ട്, പിന്നെ എന്താണ് ഈ പറയുന്ന മിനിറ്റ്സിന്റെ ഉണ്ട്, അതുപോലെ ഡേറ്റും അതുപോലെ അവർ, മിനിറ്റ് ആ ഒരു കേസ് കൂടെ വരുന്നുണ്ട്. ഇത് കണ്ടോ, ഡേ, മന്ത്, ഇയർ, അവർ, മിനിറ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇതിപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ ഒരു ഡേറ്റ് പാസ് ചെയ്യുന്നു. ഇപ്പം ഇന്നത്തെ ഡേറ്റ് ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ 14. നിങ്ങളുടെ സിസ്റ്റത്തിൽ എങ്ങനെയാണോ ഡേറ്റ് കിടക്കുന്നത് അതേ രീതിയിൽ നിങ്ങൾ കൊടുക്കാവുള്ളൂ. കാരണം എങ്കിലേ നിങ്ങളുടെ ആ ഒരു ഇതെടുക്കുള്ളൂ. ഞാൻ ഇത് ഡേറ്റ് കൊടുത്തു. ദെൻ അതിനുശേഷം 21/20 കൊടുത്തു. ഓക്കെ,
ഓക്കെ, ഇവിടെ ഓൾറെഡി അതുണ്ട്. ദെൻ ഞാൻ ഇവിടെ വരുന്നു, ഇതിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് കസ്റ്റമിൽ വന്നു. കസ്റ്റമിൽ വന്നിട്ട് നമ്മുടെ ഡേറ്റും അവർ മിനിറ്റ് അതെടുത്തു, ഓക്കെ കൊടുത്തു. അപ്പൊ ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തത്, ആ ഒരു സെല്ലിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റാത്തത് അതിൽ കൂടുതൽ വരുന്നതുകൊണ്ടാണ് ഈ ഹാഷ് ഇട്ട് കാണിക്കുന്നത്. അത് എറാന്നോ തെറ്റാന്നോ ഒന്നും വിചാരിക്കരുത്. ജസ്റ്റ് അതിന്റെ സൈസ് ഒന്ന് കൂട്ടുക. അപ്പൊ ദേ ഞാൻ ആദ്യം കൊടുത്തപ്പോൾ അവിടെ അത് വന്നിട്ടില്ലായിരുന്നു. അതായത് ആ ഒരു രീതിയിൽ അവിടെ വന്നിട്ടില്ലായിരുന്നു. ഞാൻ കൊടുത്തത് ഇയറും ഡേറ്റും ടൈമും കൂടാണ് കൊടുത്തത്. പക്ഷെ ടൈം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, കറക്റ്റ് ആ ഫോർമാറ്റിലേക്ക് കസ്റ്റമൈസ് ചെയ്തപ്പോൾ അവിടെ എന്തായി, അതവിടെ ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, ഇനി ഇത് നമുക്ക് കൊടുത്തു നോക്കാം. ഇപ്പൊ അതെ ടൈം മാത്രം എന്തിൽ വന്നു, ആ ഒരു AM ഓർ PM വന്നു. ഇങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് തന്നെ തിരിച്ചാക്കണമെങ്കിൽ ഇങ്ങനെ ആക്കാം. അപ്പൊ ഡേറ്റും കിട്ടും, ടൈമും കിട്ടും. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ടൈമിനെ മാറ്റുന്നത്. ഇതാണ് ഡേറ്റിനെ മാറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ഈ രീതിയിൽ വാല്യൂസിനെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ കണ്ടോ ഡോളറിന്റെ സിമ്പൽ ഇട്ട് കണ്ടോ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഇതൊക്കെ നമുക്ക് മാറ്റണമെങ്കിൽ ഇതിപ്പം ഏതിലാണെന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ നമ്പേഴ്സിൽ നമുക്ക് ഒരുപാട് ഫോർമാറ്റിംഗ് ഉണ്ട്. കറൻസി രീതിയിലിടാം, ടെക്സ്റ്റ് രീതിയിലിടാം. അതുപോലെ തന്നെ ഡേറ്റിനെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാം, ടൈമിനെ ഫോർമാറ്റ് ചെയ്യാം. ആ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഉം. ഇനി ഇതിനെ എങ്ങനെ ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ഈ ഒരു കാര്യത്തിനെ എങ്ങനെയാണ് ടേബിളിലേക്ക് മാറ്റുക. അപ്പൊ തൊട്ടടുത്ത് വരുന്ന അടുത്ത ഓപ്ഷനാണ് സ്റ്റൈൽസ് എന്ന് പറയുന്നത്. സ്റ്റൈൽസിൽ നമുക്ക് എന്തുണ്ട്, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. അത് നമുക്ക് വഴിയേ കാണാം. അത് ഒരിതുണ്ട്. ഫോർമാറ്റ് ആസ് ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇതിപ്പോ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ തന്നെ എന്ത് കൊടുത്തു, ഈ പറയുന്ന ഫോണ്ടും കുറച്ച് ബോർഡേഴ്സ് ഒക്കെ കൊടുത്തു വെച്ചതാണ്. ബട്ട് ടേബിളിന്റെ ഈ എക്സലിന്റെ ഒരു ടേബിൾ ഫോർമാറ്റിംഗ് ആയിട്ടില്ല. അപ്പൊ അതാകാൻ വേണ്ടി ഞാൻ എന്ത് കൊടുത്തു, ഫോർമാറ്റ് ആസ് ടേബിൾ. അപ്പൊ ഫോർമാറ്റ് ആസ് ടേബിളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കും നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ടുള്ള തീം. ഹെഡിങ്ങിന് ഇത് ഇങ്ങനെ കൊടുത്തിട്ട് അതുപോലെ ഏത് തീമാണ് വേണ്ടതെന്ന് നിങ്ങളോട് ചോദിക്കും. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണേലും ചൂസ് ചെയ്യാം. ഇതിലുള്ളതാണ്. അതല്ല നിങ്ങളുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. ന്യൂ ടേബിൾ സ്റ്റൈൽ അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോ ജസ്റ്റ് ഇത് എടുത്തു. എന്നിട്ട് ക്രിയേറ്റ് ടേബിൾ എന്ന് പറഞ്ഞ കുഞ്ഞു വിൻഡോ വന്നു. ആ കുഞ്ഞു വിൻഡോയിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് A1:M18. അതെന്താ, A1 എന്ന് പറഞ്ഞാൽ ദേ ഈ സെല്ല്, M18 എന്ന് പറഞ്ഞാൽ ഏതാണ്, ഈ സെല്ല്. അതായത് ഇത് മൊത്തത്തിൽ സെലക്ട് ആയി. ആ ഒരു ടേബിൾ ഇരുന്ന അത്രയും ഭാഗം സെലക്ട് ആയി. ഞാൻ അവിടെ ടേബിൾ ആക്കാൻ പറഞ്ഞ് ജസ്റ്റ് ഫോർമാറ്റ് ആസ് ടേബിൾ കൊടുത്തു. ഏത് സ്റ്റൈൽ വേണമെന്ന് ചൂസ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് പറഞ്ഞു, ജസ്റ്റ് കൊടുത്തപ്പോഴത്തേക്കും ഇവിടെ ഓട്ടോമാറ്റിക്കലി എക്സൽ എന്താക്കി, ഈ ടേബിളിനെ സെലക്ട് ചെയ്തു. അതായത് കറക്റ്റ് ആയിട്ട് A1 തുടങ്ങി, സ്റ്റാർട്ടിംഗ് സെൽ റെഫറൻസിൽ തുടങ്ങി, എൻഡിങ് സെൽ റെഫറൻസിൽ എന്ത് ചെയ്തു, കൊടുത്തു. A1:M18. ഈ ഇതിനകത്ത് ഡോളർ സിമ്പൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ആ സെല്ല് ലോക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. വാല്യൂ ഒരിക്കലും ചേഞ്ച് ചെയ്യരുത് എന്നുള്ള രീതിയിൽ, മീൻസ് ആ ഒരു സെല്ലിനെ ലോക്ക് ചെയ്യുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഈ ടേബിളിന് ഹെഡർ ഉണ്ട് അല്ലെ. നോർമലി നമുക്കറിയാം ഈ ടേബിളിന് ഹെഡിങ് ഉണ്ട്. അതിനെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്റെ ടേബിളിന് ഹെഡർ ഉണ്ടെങ്കിൽ മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ് എന്നുള്ളത് എന്ത് ചെയ്ത് വരും, ടിക്ക് ചെയ്ത് നിർത്തണം. എന്റെ ടേബിളിന് ഹെഡർ ഉണ്ടെങ്കിൽ, ഇതിപ്പം ബൈ ഡിഫോൾട്ട് ആയിട്ട് എടുത്തപ്പം എക്സൽ എന്ത് മനസ്സിലാക്കി, ഈ ടേബിളിന് ഹെഡിങ് ഉണ്ട്. അതുകൊണ്ട് എന്ത് വന്നു, ഓട്ടോമാറ്റിക്കലി അവിടെ മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ് എന്ന് പറഞ്ഞ് ടിക്ക് ചെയ്ത് വന്നു. ഇൻ കേസ് നമ്മുടെ ഈ പറയുന്ന ഡേറ്റയില് ഹെഡർ ഇല്ല എങ്കിൽ മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ് എന്ന് പറയുന്നത് അൺടിക്ക് ചെയ്ത് നിർത്തുക. അപ്പൊ എന്ത് ചെയ്യും, എക്സൽ ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള കോളം 1, കോളം 2, കോളം 3 എന്നുള്ള ഹെഡറിനെ എന്ത് ചെയ്തോളും, ആഡ് ചെയ്തോളും. സപ്പോസ് നമ്മുടെ ടേബിളിന് ഹെഡർ ഇല്ല എങ്കിൽ എക്സൽ എന്ത് ചെയ്യും, ഡിഫോൾട്ട് ആയിട്ടുള്ള കോളം 1, കോളം 2, കോളം 3 എന്ന് പറയുന്ന ഹെഡർ ആഡ് ചെയ്തോളും. ഇവിടെ എന്റെ ടേബിളിന് ഹെഡർ ഉണ്ട്. സോ എക്സൽ ഓട്ടോമാറ്റിക്കലി അതിനെ മനസ്സിലാക്കിയിട്ട് എന്ത് പറഞ്ഞു, മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ് എന്നുള്ളത് ടിക്ക് ചെയ്ത് നിർത്തി. അപ്പൊ എന്റെ ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് A1, എൻഡ് ചെയ്യുന്നത് M18 എന്ന് പറയുന്നിടത്താണ് എൻഡ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഓക്കെ കൊടുത്തു. ഇപ്പൊ നോക്കിക്കേ, ഞാൻ ഓൾറെഡി ആ കളറൊക്കെ കൊടുത്ത് നിർത്തി ചെയ്യുന്നോണ്ടാണ് ആ ഒരു ഫോർമാറ്റിംഗ് നിങ്ങൾക്ക് മനസ്സിലാകാത്ത, അല്ലെ ആ കളർ അവിടെ കയറിയേനെ. ഓക്കെ, ഇപ്പൊ ഇത് ടേബിൾ ആയി. ടേബിൾ ആയോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയുന്നതെന്ന് ചോദിച്ചാൽ, ഈ ടേബിളിന്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുമ്പം ടേബിൾ ഡിസൈൻ എന്ന് പറഞ്ഞൊരു ടാബ് വന്നിട്ടുണ്ടെങ്കിൽ ടേബിൾ ആയി. ഞാൻ ഇതിന്റെ വെളിയിൽ ക്ലിക്ക് ചെയ്യാം.
ഇപ്പൊ അതുണ്ടോ? ടേബിൾ ഡിസൈൻ എന്ന് പറയുന്ന ടാബ് ഇവിടെ വന്നിട്ടില്ല. മീൻസ് അത് ഈ ഒരു ഇത്രയും ഭാഗമേ ടേബിൾ ഉള്ളൂ. ഇതിന് താഴേക്കുള്ളതൊന്നും ടേബിൾ അല്ല, ഇതൊന്നും ടേബിൾ അല്ല. പക്ഷെ ഞാൻ ഇതിന്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്താൽ കണ്ടോ, ടേബിൾ ഡിസൈൻ എന്ന് പറഞ്ഞൊരു ടാബ് വരും. ആ ടേബിൾ ഡിസൈൻ ടാബ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, ഇതെന്താണ്, ടേബിൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ഇതിന്റെ വെളിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആര് വരില്ല? ഈ പറയുന്ന ഈ ഒരു ടേബിൾ ഡിസൈൻ എന്ന് പറയുന്ന ടാബ് വരില്ല. ഇതിനുള്ളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ടേബിൾ ഡിസൈൻ ടാബ് വരും. ഇനി എന്താ ടേബിൾ ഡിസൈൻ ടാബിൽ ഉള്ളത്? അതായത് ആദ്യമേ ഇവിടെ നോക്കാം, സ്റ്റൈല്. ഞാൻ ഓൾറെഡി കളർ കൊടുത്തു നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തത്. ഇനി ഇവിടെ വന്നിട്ട് നമ്മൾ കളർ മാറ്റിയാൽ അത് മാറില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുത്തുപോയി, അതുകൊണ്ടാണ് മാറാത്തത്. എം ടി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് വേറെ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഉം, ഈ ഒരു ഇത്രയും ഭാഗം എടുത്തു. ഓക്കെ, ഇതിപ്പോ ഒന്നുമില്ലല്ലോ. ഇനി ഞാൻ ഇതിനെ ടേബിൾ ആക്കാൻ പോവാണ്. സോ ഫോർമാറ്റ് ആസ് ടേബിൾ കൊടുത്തു. ആദ്യം എനിക്ക് വേണ്ട ഒരു ഡിസൈൻ ഡിസൈൻ ഞാൻ ചൂസ് ചെയ്തു. ഇത് എന്റെ ടേബിളിന് ഹെഡർ ഉണ്ട്, അതുകൊണ്ട് മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ് എന്ന് പറയുന്നത്. കാരണം മുമ്പേ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് നിർത്തി, ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. സോ മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ് എന്ന് പറഞ്ഞ് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് കൊടുത്തു? ഓക്കെ കൊടുത്തു. ഇപ്പൊ കണ്ടോ ആ ഫോർമാറ്റിംഗ് കയറിയിരിക്കുന്ന കണ്ടോ? ഇതുകൂടെ ഇവിടുന്ന് മാറ്റുന്നതനുസരിച്ച് കണ്ടോ ഇവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇത് അവിടെ എന്തുകൊണ്ടാണ് കാണാത്തതെന്ന് ചോദിച്ചാൽ ഓൾറെഡി ഞാൻ അവിടെ ഫോണ്ടും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുവാണ്. പക്ഷെ ഇവിടെ ഞാൻ അതൊന്നും സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് എന്ത് വന്നത്, ഈ പറയുന്ന രീതിയിൽ ചെയ്തപ്പോഴേ എനിക്ക് ആ കളർ കണ്ടോ മാറ്റി മാറ്റി ഞാൻ കൊടുക്കുന്ന അനുസരിച്ച് മാറിക്കൊണ്ടേ ഇരിക്കും. ഓക്കെ, അത് ഇവിടെ അപ്ലൈ ആകാനായിട്ടുള്ള റീസൺ ഇതുകൊണ്ടാണ്. ഞാൻ അവിടെ ആദ്യം എല്ലാം ക്ലിയർ ചെയ്തിട്ട് കൊടുത്തുകൊണ്ടാണ് അത് അവിടെ അപ്ലൈ ആകാനായിട്ടുള്ള റീസൺ. ഇനി ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഹെഡർ റോ. ഹെഡർ റോ എന്ന് പറയുന്ന ഇത് കണ്ടോ, ടേബിൾ സ്റ്റൈൽ ഓപ്ഷൻസിൽ ഈ പറയുന്ന ടേബിൾ സ്റ്റൈൽ ഓപ്ഷൻസിൽ ഹെഡർ റോ എന്ന് പറയുന്ന ടിക്ക് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഹെഡിങ് ആയിട്ടുള്ള റോ വരുന്നത്. അത് ഞാൻ അങ്ങ് ഓഫ് ചെയ്യുവാണ്. ഇപ്പൊ ഏതാ? ഓക്കെ, ഇതാണ് എടുക്കുന്നത്. ഇനി ഇവിടെ വരുന്നു, ഈ ഹെഡർ റോ എന്ന് പറയുന്നത് ഓഫ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ഹെഡിങ് എവിടെ പോയി? ആ ഹെഡർ റോ അവിടെ ടിക്ക് ചെയ്ത് നിന്നോണ്ടാണ് ആര് വന്നത്? ഹെഡിങ് വന്നത്. ഉം. ഞാനിപ്പോ അത് ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്തു. കൺവേർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഹെഡിങ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഹെഡർ റോയുടെ നേരെയുള്ള ആ ഒരു ടിക്ക് ബോക്സ് ഒക്കെ അൺടിക്ക് ചെയ്താൽ മതി. കണ്ടോ, ഇപ്പൊ എനിക്ക് ആരില്ല, ഹെഡിങ് ഇല്ല. എനിക്കത് വേണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ടിക്ക് ചെയ്യണം. ടോട്ടൽ റോ. ടോട്ടൽ റോ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഈ അറ്റ് ദ എൻഡിലായിട്ട് മൊത്തം എത്രയുണ്ടെന്നുള്ളത് അത് കിട്ടുന്നേ ഉള്ളൂ. അത് നമുക്ക് ഇവിടെ വേണ്ട. ബാൻഡഡ് റോസ്, അത് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഞാൻ ഇപ്പം ജസ്റ്റ് ഈ ഫോർമാറ്റിംഗ് ഒന്ന് മാറ്റി കാണിക്കാം. ഫോർമാറ്റിംഗ് ഞാൻ ക്ലിയർ ചെയ്തു. എന്നിട്ട് എഗെയിൻ ഞാൻ ഇവിടെ വന്നു, ടേബിൾ ഡിസൈനിൽ വന്നു. ഞാൻ ഇത് പറഞ്ഞുതരാം എന്താ ഞാനിപ്പോൾ ചെയ്യുന്നതെന്നുള്ളത്. എഗെയിൻ ഞാൻ ഫോർമാറ്റ് ആസ് ടേബിൾ കൊടുക്കുവാണ്. ഞാൻ ടേബിളിൽ നിന്ന് മാറ്റിയായിരുന്നു. ടേബിളിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഫോർമാറ്റ് ആസ് ടേബിൾ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു. ഓക്കെ, ഇപ്പൊ ഇതെന്റെ എന്താണ്, ടേബിൾ ഫോർമാറ്റിലാണ് കറക്റ്റ് ആയിട്ട് കിടക്കുന്നത്. ഇനി ഞാൻ ഈ പറയുന്ന രീതിയിൽ ബാൻഡഡ് റോസ് എന്നുള്ളത്, ഈ ബാൻഡഡ് റോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു റോയിലെ കളർ അല്ല അടുത്ത റോയിലെ ബാക്ക്ഗ്രൗണ്ട് കളർ അല്ലെ. ഈ രണ്ടാമത്തെ റോയിലെ ബാക്ക്ഗ്രൗണ്ട് കളർ അല്ല മൂന്നാമത്തെ റോയിലെ ബാക്ക്ഗ്രൗണ്ട് കളർ, ഒന്നിടവിട്ട് കളർ മാറും. എന്നാൽ ബാൻഡഡ് റോസിന് നേരെയുള്ള ടിക്ക് ബോക്സ് ഞാൻ അൺടിക്ക് ചെയ്യുന്നു. ഇപ്പൊ എല്ലാം ഒരു കളറിലല്ലേ കിടക്കുന്നത്. ബാൻഡഡ് റോസിന് നേരെയുള്ള ടിക്ക് ഞാൻ ആ ബോക്സ് ടിക്ക് ചെയ്താൽ കണ്ടോ, ഒന്നിടവിട്ട് എന്ത് ചെയ്യും, കളർ മാറി മാറി വരും. ഇത്രേ ഉള്ളൂ. സെയിം ബാൻഡഡ് കോളം വേണമെങ്കിൽ കൊടുക്കാം, അതിനനുസരിച്ച് കണ്ടോ കോളം വൈസ് വരും. അപ്പൊ അത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇനി ഫിൽട്ടർ ബട്ടൺ. ഫിൽട്ടർ ബട്ടൺ എന്ന് പറയുന്നത് ഈ കോളം ഹെഡിങ്ങിന് തൊട്ടടുത്തായിട്ട് ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ വെച്ചിട്ടുണ്ട്, ആ ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട്. ഇതാണ് ഫിൽട്ടർ ബട്ടൺ എന്ന് പറയുന്നത്. ഇത് ഓരോ കോളത്തിന്റെയും ഹെഡിങ്ങിന് തൊട്ടടുത്തായിട്ട് വെച്ചിരിക്കുന്ന ഇതിനെയാണ് ഫിൽട്ടർ ബട്ടൺ. അത് ഞാൻ വേണേ ഓഫ് ചെയ്ത് കാണിക്കാം. കണ്ടോ, അത് പോയി. ഓൺ ചെയ്താൽ അത്
വരും. ഇതാണ് എന്ത് ഫിൽട്ടർ ബട്ടൺ എന്ന് പറയുന്നത്. ഫിൽട്ടർ ചെയ്യാനായിട്ടുള്ള ബട്ടൺ ആണത്. അത് ഞാൻ പറഞ്ഞു തരാം. ദെൻ ഫസ്റ്റ് കോളം ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് കോളം എന്ന് കൊടുക്കുക. അപ്പൊ അത് മാത്രം കണ്ടോ ഈ രീതിയിൽ നിർത്തും. ഇനിയും ലാസ്റ്റ് കോളം ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് കോളം എന്ന് കൊടുക്കുക. അപ്പൊ ദേ അത് മാത്രമായിട്ട് കണ്ടോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ നിൽക്കും. അതാണത്. ഇനി ടേബിളിന്റെ പേര് ഇപ്പൊ കിടക്കുന്ന ടേബിൾ 3 എന്നാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിപ്പം ജസ്റ്റ് ഡേറ്റ എന്ന് കൊടുക്കുന്നു, എൻറ്റർ കൊടുക്കുന്നു. അപ്പൊ ഇപ്പൊ ഈ ടേബിളിന്റെ പേരെന്താ ഡേറ്റ. കാരണം ഞാൻ അത് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇവിടെ വന്നിട്ട് ഈക്വൽ ടു, ഇപ്പം ഈക്വൽ ടു ഇടാനായിട്ടുള്ള റീസൺ എക്സലില് ഏതൊരു ഫോർമുല അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ ടുവിലാണ്. നമുക്ക് എന്തെങ്കിലും വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യണം, ഈക്വൽ ടു ഇട്ട് തുടങ്ങണം. ഈക്വൽ ടു ഇന്ന വാല്യൂ പ്ലസ് ഇന്ന വാല്യൂ അങ്ങനെ കൊടുക്കണം. എക്സൽ ഒരു ഫോർമുല അല്ലെങ്കിൽ ഫംഗ്ഷൻസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ ടുവിലാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. ഈക്വൽ ടു ദേ നമ്മുടെ പേരെന്താ, ടേബിളിന്റെ പേര് ഡേറ്റ എന്ന് അല്ലെ. ഡേറ്റ ദേ ഇവിടെ കിടപ്പുണ്ട് അത് ടേബിൾ എന്നുള്ള രീതിയിൽ. ഈക്വൽ ടു ഡേറ്റ എന്ന് വിളിച്ചപ്പോ നോക്കിക്കേ ഇവിടെ അത് സെലക്ട് ആയിട്ടുണ്ട്. നിങ്ങൾ അത് ഒന്നുകൂടെ നോക്കണം. ഞാൻ ഇവിടെ ഈക്വൽ ടു ഡേറ്റ എന്ന് കോൾ ചെയ്യുമ്പോൾ അവിടെ ഒരു ബ്ലൂ ഇത് വരും. നോക്കിക്കേ ഇതിപ്പോ എന്തായി, എന്റെ ഈ ടേബിൾ ആണ് സെലക്ട് ആയിരിക്കുന്നത്. കാരണം അതാണ് ആ ടേബിളിൽ ഞാൻ മൊത്തത്തിൽ കൊടുത്ത പേരാണ് എന്ത് ഡേറ്റ എന്ന്. അതുകൊണ്ടാണ് ആര് സെലക്ട് ആയത്, ഈക്വൽ ടു ഡേറ്റ എന്ന് പറഞ്ഞപ്പം ആ ഒരു എൻറ്റയർ ടേബിൾ അവിടെ സെലക്ട് ആയത്. സോ അതിന് കൊടുത്ത പേരാണ് എന്ത് ആ ഡേറ്റ എന്ന്. അത് ഇതിനുള്ളിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേ ടേബിൾ ഡിസൈൻ എന്ന് പറഞ്ഞ ടാബ് വരുള്ളൂ. വെളിയിൽ ക്ലിക്ക് ചെയ്താൽ അത് ടേബിൾ അല്ലാത്തത് കൊണ്ട് വരില്ല. സോ ഇതാണ് ടേബിൾ ഡിസൈൻ എന്ന് പറയുന്ന ടാബ്. ഇവിടെ വന്നിട്ട് ടേബിളിന്റെ പേരാണ് ഞാൻ ഡേറ്റ എന്ന് കൊടുത്തത്. ഇനി ഫിൽട്ടർ ബട്ടൺ. എന്താണ് ഫിൽട്ടർ ബട്ടൺ എന്ന് ഓൾറെഡി ഇവിടെ നമുക്ക് ഫിൽട്ടർ ഉണ്ടല്ലോ. അപ്പൊ ഫിൽട്ടർ ബട്ടൺ എന്താണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ക്യാമ്പയിൻ നെയിം എന്ന് പറയുന്ന ഒന്നുണ്ട്. ക്യാമ്പയിൻ നെയിമിൽ മൊത്തം വരുന്നത് ഡേറ്റ അനലിറ്റിക്സ് കോഴ്സ് ആണ്. ഓക്കെ ഇവിടെ ഓക്കെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ വാല്യൂസിനെ ഇപ്പൊ കൺവേർഷൻ അല്ലെങ്കിൽ ലീഡ്സ് അല്ലെങ്കിൽ ക്ലിക്സ് ഇതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് സോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്ലിക്സിന് നേരെയുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോർട്ട് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ത് ചെയ്യുക, സോർട്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പൊ നോക്കിക്കേ ക്ലിക്സ് എന്ന് പറയുന്ന കോളത്തില് ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി എനിക്ക് അതല്ല വേണ്ടത്, വലുതിൽ നിന്ന് ചെറുതിലേക്കാണെങ്കിൽ എന്ത് കൊടുക്കുക, സോർട്ട് സ്മോളസ്റ്റ് ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ഡിസെൻഡിങ് ഓർഡറിൽ എന്ത് ചെയ്യാൻ പറ്റും, സോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ക്ലിക്സിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ സോർട്ട് ചെയ്യുന്നത്. ആ ക്ലിക്സ് എന്ന് പറയുന്ന കോളത്തില് വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്ലിക്സ് ഏറ്റവും കൂടുതൽ കിട്ടിയത് തൊട്ട് കുറഞ്ഞതിലേക്കാണ് ഞാൻ സോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് വേണേലും സോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഫിൽട്ടർ ആണ് വരുന്നത്. നമ്പർ ഫിൽട്ടർ. ഈക്വൽ ടു, ഈക്വൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പർട്ടിക്കുലർ വാല്യൂനോട് ഈക്വൽ അല്ലെ. ഇപ്പൊ ഞാൻ പറയുന്നു ഇപ്പൊ 196, അതായത് അതിനകത്തുള്ളത് കൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഈക്വൽ ടു 196 ഓക്കെ കൊടുത്തു. ദേ ആര് മാത്രമാണ് കിട്ടുന്നത്, ക്ലിക്സിന്റെ വാല്യൂ എന്തായിരിക്കണം, ക്ലിക്സ് എന്ന് പറയുന്ന കോളത്തിലെ വാല്യൂ 196നോട് ഈക്വൽ ആയിട്ടുള്ളതിന് കറസ്പോണ്ടിങ് ഡേറ്റാസ് മാത്രം ഇവിടെ നിർത്തുക. അതാണ് ഞാനിപ്പോ പറഞ്ഞത്. ഞാൻ ഇതിനകത്ത് പോയി തപ്പുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്തു, ഈ ക്ലിക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നമുക്ക് വേണേൽ ടോട്ടൽ കോസ്റ്റ് വേണമെങ്കിൽ നോക്കാം കേട്ടോ. ഞാനിപ്പോ ക്ലിക്സ് എന്ന് പറയുന്ന കോളം സജസ്റ്റ് ചെയ്തേ ഉള്ളൂ. ക്ലിക്സ് എന്ന് പറയുന്ന കോളത്തില് എന്ത് വന്നു, 196 എന്ന് പറയുന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് എടുക്കുക, അത് മാത്രം ഡിസ്പ്ലേ ചെയ്യുക. ഇനി അതല്ല, ഡസ് നോട്ട് ഈക്വൽ, ഞാനിപ്പോ പറയുന്നു ഡസ് നോട്ട് ഈക്വൽ 196 അല്ലാത്ത വാല്യൂ ജസ്റ്റ് ഞാൻ എന്ത് കൊടുത്തു, ഓക്കെ. അപ്പൊ ദേ ക്ലിക്സ് എന്ന് പറയുന്ന കോളത്തിൽ 196 ഒഴികെയുള്ള ബാക്കി എല്ലാം കിട്ടി. 196 എക്സെപ്റ്റ് ബാക്കിയെല്ലാം നമുക്ക് അവിടെ കിട്ടുകയും ചെയ്തു. അതാണ് ഡസ് നോട്ട് ഈക്വൽ. ആ ഒരു പർട്ടിക്കുലർ വാല്യൂനോട് ഈക്വൽ അല്ലാത്ത എല്ലാത്തിനെയും ഡിസ്പ്ലേ ചെയ്യുക. ഇനി അതല്ല ഗ്രേറ്റർ ദാൻ, ഞാൻ പറയുന്നു എനിക്ക് ക്ലിക്സ് ഇത്ര എബോവ് കിട്ടിയതിനെയല്ല, ഞാനിപ്പോ 100 എബോവ് അല്ലെങ്കിൽ വേണ്ട 150 എബോവ് കിട്ടിയ എല്ലാത്തിനും ഡിസ്പ്ലേ ചെയ്താൽ മതി. 150 എബോവ് നോക്കിക്കേ, 156, 166, 173, 181, 184, 193, 195 ആൻഡ് 196 ഇതൊക്കെ എബോവ് ആണ് അല്ലെ. ക്ലിക്സ് എന്ന് പറയുന്ന കോളത്തില് 150 എബോവ് വരുന്നതിന് കറസ്പോണ്ടിങ് എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്താൽ മതി, ഡിസ്പ്ലേ ചെയ്താൽ മതി എന്നാണ് ഞാൻ അവിടെ പറഞ്ഞത്. ഗ്രേറ്റർ ദാൻ ഒരു പർട്ടിക്കുലർ വാല്യൂ.
അതുപോലെ തന്നെ നമുക്ക് എന്തും ചെക്ക് ചെയ്യാം, ലെസ് ദാൻ. ഞാൻ പറയുന്നു ഒരു എന്താ 100ന് താഴെ ഉണ്ടെങ്കിൽ, 100ന് താഴെ ഓക്കെ കൊടുത്തു. അപ്പൊ 100ന് താഴെ വരുന്ന ഒരെണ്ണം ഉള്ളത് ആരാണ്? 90. 90 മാത്രമാണ് ക്ലിക്സ് 100ന് താഴെ വരുന്ന വാല്യൂ. ഇനി നമുക്ക് എന്ത് കൊടുക്കാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ അതിനോട് താഴെ നിൽക്കുന്നത് അല്ലേ? ഞാനൊരു 120 കൊടുത്തു. ഒന്നെങ്കിൽ 120 അല്ലെങ്കിൽ 120ൽ താഴെ. അപ്പൊ അവിടെ കുറെ ഉണ്ട്. 120, അതായത് 120യോട് ഈക്വൽ ആയിട്ട് നിൽക്കുന്ന വാല്യൂ ഇല്ല. 120 എന്ന് പറഞ്ഞാൽ എക്സാക്ട് വാല്യൂ അവിടെ ഇല്ല, പക്ഷെ അതിന് താഴെ വരുന്ന വാല്യൂസ് അവിടെ ഉണ്ട്. 90, 101, 101, again 102, 104, 113 ആൻഡ് 116. ഇത്രയും വാല്യൂസ് ഉണ്ട്. അവിടെ ആരില്ല? 120 ഇല്ല. ഓക്കെ, കാരണം ഒന്നെങ്കിൽ 120 അല്ലെങ്കിൽ അതിന് താഴെ എന്നുള്ള രീതിയിൽ. ഇനി നമുക്ക് ബിറ്റ്വീൻ കൊടുക്കാം. ഇൻ ബിറ്റ്വീൻ ഒരു റേഞ്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഒരു പർട്ടിക്കുലർ വാല്യൂന് എബോവ്. ഞാൻ പറയുന്നു 100ന് എബോവ്. അതുപോലെ തന്നെ 120 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 ആൻഡ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 120. അത് മനസ്സിലാവുമല്ലോ. ഒന്നെങ്കിൽ 100 അല്ലെങ്കിൽ 100ന് എബോവ്, 120 അല്ലെങ്കിൽ 120ന് താഴെ. അപ്പം 100 തൊട്ട് 120 വരെ ഉള്ളത് എടുക്കുള്ളൂ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഓക്കെ കൊടുത്തു. നോക്കിക്കേ, 100 തൊട്ട് 1, അതായത് ആ ഒരു ഇൻ ബിറ്റ്വീൻ ആ ഒരു റേഞ്ചിനിടയിലുള്ള ക്ലിക്സിൽ വരുന്ന കറസ്പോണ്ടിങ് എല്ലാ ഡീറ്റെയിൽസും ആണ് ഞാനിവിടെ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്തത്. ഓക്കെ, ഇനി അതല്ലാതെ ടോപ്പ് 10 എടുക്കാം. ടോപ്പ് 10 എന്ന് പറഞ്ഞാൽ ഹൈയസ്റ്റ് ആയിട്ട് വരുന്ന ഇത്ര എണ്ണം, അങ്ങനെയുള്ള രീതിയിൽ. അപ്പൊ ടോപ്പ് 10ൽ വന്നിട്ട് ബൈ ഡിഫോൾട്ട് ടോപ്പ് 10 എന്നുള്ളൊരു പേരായതുകൊണ്ട് തന്നെ ടോപ്പ് 10 എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഞാനത് മാറ്റി എനിക്കൊരു ടോപ്പ് 4 മതി. ടോപ്പ് 4 എന്ന് പറഞ്ഞാൽ എന്താ? ഹൈയസ്റ്റ് ക്ലിക്സ്, ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ട് വരുന്ന 4 ക്ലിക്സ് എന്ന് പറയുന്ന കോളത്തില് ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ട് വരുന്ന 4 എണ്ണം. ഞാൻ ജസ്റ്റ് ഓക്കെ കൊടുത്തു. അതാരൊക്കെയാ? 196, 195, 193, 184. ക്ലിക്സ് എന്ന് പറയുന്ന കോളത്തില് വാല്യൂ ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ട് വരുന്ന 4 എണ്ണം എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ടോപ്പ് ബൈ ഡിഫോൾട്ട് ടോപ്പ് 10 എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞ എന്താ? ടോപ്പ് 4. അത് ആ പേര് അങ്ങനെയാണ്, ടോപ്പ് 10 ഫിൽട്ടർ എന്നാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ഇത് വരുന്നത്. ഞാൻ ഇവിടെ പറഞ്ഞ എന്താ? ടോപ്പ് 4. അങ്ങനാണെങ്കിൽ എനിക്ക് ലോവസ്റ്റ് ആയിട്ടുള്ളത് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ടോപ്പ് മാറ്റിയിട്ട് ഇവിടെ എന്താക്കുക? ബോട്ടം എന്ന് ആക്കുക. ടോപ്പ് മാറ്റിയിട്ട് എന്താക്കുക? ബോട്ടം എന്നാക്കുക. ടോപ്പ് 10 ഫിൽട്ടർ ആണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഹൈയസ്റ്റ് ആയിട്ട് വരുന്ന ഇത്ര എണ്ണം. ഇവിടെ ഞാൻ എന്ത് പറഞ്ഞു? ഷോ ബോട്ടം, അതായത് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വരുന്ന 4 എണ്ണം എന്നുള്ളതാണ്. ലീസ്റ്റ് ആയിട്ട് വരുന്ന 4 എണ്ണം എന്ന് പറഞ്ഞിട്ട് ഓക്കെ കൊടുത്തു. അപ്പൊ നോക്കിക്കേ, 90, 101, 101, 102. ഇതാണ് എന്ത്? ഏറ്റവും ലീസ്റ്റ് വരുന്ന 4 എണ്ണം. ഓക്കെ, ഏറ്റവും ഹൈയസ്റ്റ് വരുന്ന 4 എണ്ണമാണ് മുമ്പേ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താ? ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വരുന്ന 4 എണ്ണമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതൊരു നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആകുന്ന ഒന്നാട്ടോ. പെട്ടെന്ന് നമുക്ക് ഒരു വലിയ ഡേറ്റയിൽ നിന്നും സഡൻ ആയിട്ട് നമ്മളോട് പറയുന്നു ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ സം ഓഫ് കോസ്റ്റോ അല്ലെങ്കിൽ ക്ലിക്സോ ലീഡ്സ്, ഏറ്റവും കൂടുതൽ ലീഡ്സ് എത്രയാണ് കിട്ടിയത്, ഹൈയസ്റ്റ് ലീഡ്സ് കിട്ടിയത് എത്ര എണ്ണം, മീൻസ് ടോപ്പ് ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ട് വരുന്ന ഒരു 4 ലീഡ്സ്, അതിന്റെ വാല്യൂ പറയാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സഡൻ ആയിട്ട് ഇതുപോലെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ടോപ്പ് 10 ഓർ ബോട്ടം ഉണ്ട്. ടോപ്പ് ഓർ ബോട്ടം എന്ന് പറയുന്ന കാര്യം നമുക്ക് ഇവിടെ ഉണ്ട്. ടോപ്പ് എന്ന് പറഞ്ഞാൽ ഹൈയസ്റ്റ് ആയിട്ടുള്ള ഇത്ര എണ്ണം. ഈ എണ്ണത്തിന്റെ അവിടെ മാറ്റാൻ കേട്ടോ. ബൈ ഡിഫോൾട്ട് 10 കിടക്കും. അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അനുസരിച്ച്, അതായത് 5ഓ 4ഓ 3ഓ 10ഉം 10ന് എബോവ് വേണമെങ്കിലും പോകാം കേട്ടോ. 10 എന്ന് ബൈ ഡിഫോൾട്ട് നിൽക്കുന്നതാണ്, അതിന് എബോവ് വേണമെങ്കിലും കൊടുക്കാം. പിന്നെ എന്ത് കൊടുക്കാം? ബോട്ടം. ബോട്ടം എന്ന് പറയുന്നത് ലീസ്റ്റ് ആണ്, ഏറ്റവും കുറവ് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണിത്. ദെൻ ഓക്കെ, ഇവിടെ നമുക്ക് ക്ലിയർ ഫിൽട്ടർ ഫ്രം ക്ലിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലിക്സിൽ നിന്നും ഫിൽട്ടർ ക്ലിയർ ചെയ്യുക. ബാക്ക് ടു ഒറിജിനൽ ഡേറ്റയിലേക്ക് വന്നു. ഇനി ഇതല്ലാതെ നമുക്കുണ്ട് എബവ് ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലിക്സ് എന്ന് പറയുന്ന കോളത്തിന്റെ ആവറേജ് എടുക്കും. എന്താ ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക്, അതായത് ആ വാല്യൂന്റെ ഒരു മീൻ വാല്യൂ അല്ലെ? അപ്പം ആവറേജ് എടുത്തിട്ട് എബവ് ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ആവറേജിന് എബവ് നിൽക്കുന്നത്. ആ ഒരു കോളത്തിന്റെ ആവറേജ്. ഞാനിപ്പോ ആ ഒരു കോളത്തിന്റെ ആവറേജ് കാണിക്കാം. ഞാനിപ്പോ ജസ്റ്റ് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഈക്വൽ ടു, ഇതൊക്കെ എന്താന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈക്വൽ ടു ആവറേജ് ഓഫ്
ഇത്. അപ്പൊ നമ്മുടെ ക്ലിക്സ് എന്ന് പറയുന്ന കോളത്തിന്റെ ആവറേജ് എന്ന് പറയുന്നത് 143 ആണ്. ഓക്കെ, 143 ആണ് ആവറേജ് എന്ന് പറയുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാം അങ്ങനെയാണോ വരുന്നതെന്ന്. ഞാൻ ഇവിടെ വന്നിട്ട് പറയുന്നു എബോവ് ആവറേജ്. അപ്പൊ നോക്കിക്കേ, നോർമലി നമുക്കറിയാം ക്ലിക്സ് എന്ന് പറയുന്ന കോളത്തിലെ ആവറേജ് വാല്യൂ 143 ആണ്. എബോവ് ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആവറേജിന് എബോവ് നിൽക്കുന്ന വാല്യൂ ക്ലിക്സ് എന്ന് പറയുന്ന കോളത്തിൽ വരുന്നതിൽ കറസ്പോണ്ടിങ് എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. 156 ഓക്കെ എബോവ് ആണ്, 166 എബോവ് ആണ്, ബാക്കി വരുന്ന എല്ലാം എന്താണ്? എബോവ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബിലോ ചെക്ക് ചെയ്യാം. ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു ബിലോ ആവറേജ്. നോക്കിക്കേ, 142, 125, 116 അപ് ടു ഇതെല്ലാം എന്താണ്? ബിലോ ആവറേജ് ആണ് അല്ലെ? 143 ആണ് നമ്മുടെ ആവറേജ് വാല്യൂ. അതിന് താഴെ വരുന്ന വാല്യൂസ് ആണ് ഇവയെല്ലാം. മുമ്പേ പറഞ്ഞ എന്താണ്? അതിന് എബോവ് വരുന്ന വാല്യൂസ് ആണ് മുമ്പേ പറഞ്ഞത്. അതിനാണ് ഞാൻ ആവറേജ് എടുത്ത് കാണിച്ചത്. ഓക്കെ, സോ ഞാൻ അഗെയിൻ ക്ലിയർ ഫിൽട്ടർ കൊടുത്തു. എന്നിട്ട് ഇനി നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് വരുന്നത്. ഇനി ഇതല്ല, ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ സെലക്ടോൾ നിൽക്കുന്നതുകൊണ്ടാണ് സെലക്ടോൾ ഞാൻ കളഞ്ഞു. എനിക്ക് 90 എന്ന് പറഞ്ഞ വാല്യൂ, ആ ഒരു വാല്യൂ ക്ലിക്സ് എന്ന് പറയുന്നതിൽ ആ ഒരു ഡേറ്റയിൽ ആ ഒരു കോളത്തിൽ 90 എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് മതിയെങ്കിൽ 90 എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. കണ്ടോ, ഇപ്പൊ അത് കിട്ടി. ഇനി അതല്ല, എനിക്ക് വേറൊരു വാല്യൂ വേണ്ടതെങ്കിൽ 101 കൂടെ വേണമെങ്കിൽ അതുകൂടെ ടിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇനി അതല്ല 102 കൂടെ വേണമെങ്കിൽ അത് ടിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇതെന്താ? നമ്മൾ ടിക്ക് ചെയ്യുന്ന മാത്രം എവിടെ വരും? ഈ പറയുന്ന ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. നമ്മൾ അൺടിക്ക് ചെയ്യുന്നത് വരില്ല, ടിക്ക് ചെയ്യുന്നത് മാത്രമേ വരുള്ളൂ. അതാണ് എന്ത്? ആ ഫിൽട്ടറിൽ വരുന്നത്. അപ്പൊ ഫിൽട്ടറിൽ വരുന്ന ഇത്രയും കാര്യങ്ങൾ, ഇത് നമ്പർ ആയതുകൊണ്ട്, ഈ ക്ലിക്സ് എന്ന് പറയുന്ന കോളത്തിൽ നമ്പർ ആയതുകൊണ്ടാണ് ഈക്വൽസ്, ഡസ് നോട്ട് ഈക്വൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ബിറ്റ്വീൻ, ടോപ്പ് 10, ആവറേജ്, സോറി എബോവ് ആവറേജ്, ബിലോ ആവറേജ് ഒക്കെ വന്നത്. അതുപോലെ ഇതും വന്നത്. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ആണെങ്കിൽ മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടെക്സ്റ്റ് ആണെങ്കിൽ ഇവിടെ ഇത് മാറും. ദെൻ സോർട്ട് ഉണ്ട്. സോർട്ട് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റും ലാർജസ്റ്റ് ടു സ്മോളസ്റ്റും ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡേറ്റ ചൂസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഡേറ്റ എടുക്കാനായിട്ട് ഞാൻ ഇപ്പൊ നമുക്ക് ചെയ്ത് നോക്കാൻ നേരത്ത് നമുക്ക് ഡേറ്റ വേണമല്ലോ. അപ്പൊ ഡേറ്റ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു സൈറ്റ് ഞാൻ കാണിച്ചു തരാം. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡേറ്റ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് കാഗിൾ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. നോർമലി ഡേറ്റ അനലിറ്റിക്സ് അല്ലാത്തവരൊക്കെ ചൂസ് ചെയ്യുന്നതാണ്. സോ കാഗിൾ, KAGGLE എന്നാണ്. കാഗിൾ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഡേറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ എടുക്കാം, ഇല്ലെങ്കിൽ കാഗിൾ എന്ന് പറയുന്നത് എടുക്കാം. ഓക്കെ, അപ്പൊ കാഗിൾ എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. അതിൽ കയറുക. അതിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്തിടുക. ഓക്കെ, ഇത് കാഗിൾ എന്നാണ് ഇത്. അപ്പൊ ഇതിൽ ജസ്റ്റ് ഒന്ന് കയറുക. KAGGLE കാഗിൾ എന്നാണ്. അതിന്റെ സൈൻ ഇൻ ചെയ്തെടുക്കുക. ഞാൻ ഓൾറെഡി സൈൻ ഇൻ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളോട് ഇവിടെ ചോദിക്കും സൈൻ ഇൻ രജിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അങ്ങനെ ചെയ്തെങ്കിലേ നമുക്ക് ഡേറ്റ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ വെൽക്കം നിങ്ങളുടെ പേരൊക്കെ വെച്ച് കാണിക്കും. ദെൻ ഡേറ്റ സെറ്റ്, ഹോമിന്റെ താഴെ കോമ്പറ്റീഷന്റെ താഴെ ഡേറ്റ സെറ്റ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അവിടെ വന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്ത് കൊടുക്കുക? നമുക്ക് ഏതാ ആവശ്യം? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡേറ്റ സെറ്റ് ആണ് ആവശ്യം. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡേറ്റ സെറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡേറ്റ സെറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഡേറ്റ സെറ്റിനെ എന്ത് ചെയ്യും? ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? ഡേറ്റ സെറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഇവിടെ ആണെങ്കിലും ഇവിടെ ഓൾ ഡേറ്റ സെറ്റ് ആണ് നമുക്ക് കാണിക്കുന്നത്. അതിൽ വന്നിട്ട് okay. ഇത് ക്രെഡിറ്റ് കൺവേർഷൻ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡേറ്റ സെറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മെട്രിക്സ് അങ്ങനെയൊക്കെ പറഞ്ഞു. ഓൺലൈൻ അഡ്വർടൈസിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡേറ്റ, അങ്ങനെ ക്യാമ്പയിൻസിന്റെ ഡേറ്റ, അങ്ങനെ ഒരുപാട് ഡേറ്റ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ ഡേറ്റയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഈ ഡൗൺലോഡ് കൊടുക്കണ്ട. ആദ്യമേ ടോപ്പിൽ കാണുന്ന ഡൗൺലോഡ് കൊടുക്കണ്ട. കാരണം ഒരു സിപ്പ് ഫയൽ ആയിട്ടായിരിക്കും പോകുന്നത്. സിപ്പ് ഫയൽ ആണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ പറയുന്ന ഇത് കണ്ടോ, ഇതിന് നേരെയായിട്ട് ഒരു ഡൗൺലോഡ് ബട്ടൺ കാണും. അവിടെ വേണം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ. ഈ ഡൗൺലോഡ് ബട്ടണിൽ വേണം നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ. ഇതിൽ ക്ലിക്ക് ചെയ്താൽ സിപ്പ് ഫയൽ ആയിട്ട് പോകും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക?
ഈ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്താക്കാം, പ്രോപ്പർ ആയിട്ട് എക്സൽ രീതിയിലാണ് എക്സൽ, അല്ലെങ്കിൽ എങ്ങനെയാണോ വേണ്ട ഡേറ്റ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റും, ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഈ സൈറ്റിൽ നിന്ന് നമുക്ക് ഡേറ്റ നമുക്ക് എടുക്കാറുണ്ട്. ഇപ്പൊ ഇവിടുന്ന് വേണമെങ്കിൽ എടുക്കാം. നിങ്ങൾ അത് കഴിയുമ്പോൾ നിങ്ങൾ ഒരുപാട് ഡേറ്റ സെറ്റ് കിട്ടിക്കോളും. നിങ്ങളുടെ കയ്യിൽ ഡേറ്റ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കണമെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് എന്തെടുക്കാൻ പറ്റും, ഡേറ്റ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ താഴേക്ക് സ്ക്രോൾ ചെയ്യുക, ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് കണ്ടോ, ഇതൊക്കെ ടൈപ്പ് ഓഫ് ഡേറ്റ ആണ്. ഈ ഡേറ്റ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് എന്ത് കൊടുക്കുക, ഇവിടെ വന്ന് ഡൗൺലോഡ്. ഈ ടോപ്പിലെ ഡൗൺലോഡ് കൊടുക്കരുത്, അത് ആ ഒരു രീതിയിലാണ് ഡൗൺലോഡ് ആവുന്നത്. അതായത് സിപ്പ് ഫയൽ ആയിട്ടേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താഴെ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞത്. കാഗിൾ എന്ന് പറയുന്ന സൈറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം ഡേറ്റ എടുക്കാനായിട്ട്. ഓക്കെ, ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്, ഫിൽട്ടർ കണ്ടു. ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഷോർട്ട് കട്ട് കീ ഞാൻ പറഞ്ഞില്ല അല്ലേ. ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ആ ടേബിൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഫോർമാറ്റ് ആസ് ടേബിളിൽ വരിക. ആദ്യം ഇതൊക്കെ ചൂസ് ചെയ്തതിന് ശേഷം സെറ്റ് ചെയ്യുക. അല്ലാതെ എങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കൺട്രോൾ ടി ആണ്, ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ ടി. ഇതിപ്പോ ഞാൻ ഇത്രയും ഭാഗം സെലക്ട് ചെയ്തു. ഇത്രയും ഭാഗം സെലക്ട് ചെയ്തിട്ട് ഞാൻ കൺട്രോൾ ടി കൊടുത്തു. കൺട്രോൾ ടി കൊടുക്കുമ്പോൾ എന്റെ ടേബിളിന് ഹെഡർ ഇല്ല അല്ലെ. ആക്ച്വലി അതിനകത്ത് വാല്യൂസ് പോലും ഇല്ല. ഞാൻ ഇത്രയും ഭാഗമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് വാല്യൂസും ഇല്ല, അതിനകത്ത് ഹെഡറും ഇല്ല. അതുകൊണ്ട് മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സിന് നേരെയുള്ളത് ടിക്ക് ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാ, അവിടെ ഹെഡർ ഇല്ല, വാല്യൂസും ഇല്ല അല്ലെ. അതുകൊണ്ടാണ് ടിക്ക് ചെയ്യാത്തത്. അപ്പൊ എന്താണ് വരുന്നതെന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ടേബിളിന്റെ റേഞ്ച് W6 തൊട്ട് എന്താണ് AA16 വരെയുള്ള ആ ഒരു ഇതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഓക്കെ കൊടുത്തു. ഇത് കണ്ടോ, ഡിഫോൾട്ട് ആയിട്ട് എന്ത് വന്നു, കോളം 1, കോളം 1, കോളം 2, കോളം 3, കോളം 4, കോളം 5 അങ്ങനെ വന്നത്. എന്റെ ടേബിളിന് ഹെഡർ ഇല്ലായിരുന്നു. അപ്പൊ ബൈ ഡിഫോൾട്ട് ആയിട്ട് എക്സൽ എനിക്ക് തന്ന ഹെഡിങ് ആണ് എന്ത്, കോളം 1, കോളം 2, കോളം 3, കോളം 4, കോളം 5 എന്നൊക്കെ പറയുന്നത് എക്സൽ എനിക്ക് തന്ന ഹെഡിങ് ആണ്. എന്റെ ടേബിളിന് ഹെഡറേ ഇല്ലായിരുന്നു, അത് എക്സൽ തന്നതാണ്. അപ്പൊ ഷോർട്ട് കട്ട് കീ ആണ് എന്ത്, കൺട്രോൾ ടി എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അല്ലാതെ ചെയ്യാം. ഹോം ടാബിൽ വന്നാൽ ഫോർമാറ്റ് ആസ് ടേബിൾ ഉണ്ട്. അതല്ല നമ്മൾ ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ആണ് എന്ത്, കൺട്രോൾ ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് രണ്ട് കാര്യങ്ങൾ കൂടെ നോക്കാം, കോപ്പിയും പേസ്റ്റും. ഓൾവേസ് നമുക്ക് യൂസ്ഫുൾ ആകുന്ന ഒന്നാണ് കോപ്പിയും പേസ്റ്റും എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെ ചെയ്യാം. ഇപ്പൊ കണ്ടോ, ഈ ആഡ് ഡേറ്റ് എന്ന് പറയുന്ന കോളം മാറിപ്പോയത് കണ്ടോ, ഇത് കണ്ടോ, ഡേറ്റ് ഫോർമാറ്റിലല്ല കിടക്കുന്നത്, ജസ്റ്റ് വാല്യൂസ് ആയിട്ടാണ് കിടക്കുന്നത്. ആ സമയത്ത് നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്തേ പറ്റുള്ളൂ, പ്രോപ്പർ ഡേറ്റ് ഫോർമാറ്റിലേക്ക് മാറ്റിയേ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ഷോർട്ട് ഡേറ്റ് ആക്കിയപ്പോ കണ്ടോ, കറക്റ്റ് ആയിട്ട് ഡേറ്റ് ഫോർമാറ്റിൽ വന്ന് നിന്നു. ഇനി ഞാൻ ഇതിനെ കോപ്പി ചെയ്യാൻ പോവാണ്. ഞാൻ ജസ്റ്റ് ലൊക്കേഷനും ഡേറ്റും ലൊക്കേഷനും ഡിവൈസും ഇതേ കോപ്പി ചെയ്യുന്നുള്ളൂ. കോപ്പി ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്താൽ കോപ്പി ആവും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ കോപ്പി ആകും. അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ സി. അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ്. കൺട്രോൾ സി എന്ന് പറയുന്നതാണ് കോപ്പി ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നെങ്കിൽ കൺട്രോൾ സി, അല്ലെങ്കിൽ ഇത് കൊടുക്കാം, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, കോപ്പി കൊടുക്കാം. 3 രീതിയിൽ കൊടുക്കാം. ഒന്നെങ്കിൽ ഹോം പേജിൽ ഹോം എന്ന് പറയുന്ന ടാബിന്റെ അണ്ടറിൽ ക്ലിപ്പ് ബോർഡിൽ നിങ്ങൾക്ക് കോപ്പി ഉണ്ട്, ഒന്നെങ്കിൽ അത് കൊടുക്കാം. അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി കൊടുക്കാം. അല്ലെങ്കിൽ കൺട്രോൾ സി ആണ് കോപ്പി ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് കൺട്രോൾ സി ആണ്. കോപ്പി ആകുമ്പോൾ തന്നെ കണ്ടോ, ഇതിന്റെ നേരെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ കോപ്പി ആയി. ഇനി ഞാൻ ഇതിനെ ജസ്റ്റ് പേസ്റ്റ് ചെയ്യാം. നോർമൽ പേസ്റ്റിംഗ് ആണ് ഞാൻ കാണിക്കുന്നത്. അതിനൊന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ വരിക, എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്ത് കൊടുക്കുക, പേസ്റ്റ് കൊടുക്കുക. ഈ പേസ്റ്റിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കാം, പേസ്റ്റ് കൊടുക്കാം. ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കൺട്രോൾ വി ആണ്. ഓക്കെ, ഷോർട്ട് കട്ട് കീസ് ഞാൻ ഇവിടെ എഴുതി വെക്കാം. കൺട്രോൾ സി കോപ്പി ചെയ്യാൻ, കൺട്രോൾ വി പേസ്റ്റ് ചെയ്യാൻ, നോർമൽ പേസ്റ്റിംഗ്. ഓക്കെ, ഇപ്പൊ കൺട്രോൾ സി ഉണ്ട് കോപ്പി ചെയ്യാൻ, കൺട്രോൾ വി ഉണ്ട് പേസ്റ്റ് ചെയ്യാൻ. ഞാനിപ്പോ എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് കൺട്രോൾ വി അങ്ങ് ഇവിടെ ഏതെങ്കിലും, നമ്മൾ ഓൾറെഡി അത് കോപ്പി ആയത് പോയി. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, എഗെയിൻ വന്നിട്ട് ഇത്രയും ഭാഗം സെലക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ വരെ ഈ ഒരു ടേബിളിന്റെ ഇത്രയും ഭാഗം ഞാൻ സെലക്ട് ചെയ്തു.
കൺട്രോൾ സി കൊടുത്ത് കോപ്പി ചെയ്തു. എന്നിട്ട് ഇവിടെ വന്നിട്ട് കൺട്രോൾ വി കൊടുത്ത് പേസ്റ്റ് ചെയ്തു. അതേപടി ഇവിടെ എന്തായിട്ടുണ്ട്, അത് പേസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് നോർമൽ പേസ്റ്റിംഗ് ആണ്. നമ്മൾ കോപ്പി ചെയ്ത് വെച്ചതിലുള്ള ഫോർമാറ്റിങ്ങും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കിട്ടാൻ വേണ്ടിയാണ് കൺട്രോൾ വി എന്ന് പറയുന്ന നോർമൽ പേസ്റ്റിംഗ് ഉള്ളത്. ഇത് തന്നെ വേറൊരു രീതിയുണ്ട്. നമുക്ക് കൺട്രോൾ ഓൾട്ട് വി ഉണ്ട്. കൺട്രോൾ ഓൾട്ട് വി എന്ന് പറഞ്ഞാൽ പേസ്റ്റ് സ്പെഷ്യൽ. അതായത് അവിടെ നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രം. ചിലപ്പോൾ എനിക്കിപ്പോ ഈ ഒരു ഫോർമാറ്റിംഗ് ഒന്നും വേണ്ടായിരിക്കും. ഈ കളറോ ഈ ഹെഡിങ്ങിന് കൊടുത്തിരിക്കുന്ന ഇതോ അതൊന്നും നമുക്ക് വേണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനകത്തുള്ള ബോർഡേഴ്സോ അല്ലെങ്കിൽ എന്താണ് ഫോർമാറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും കമന്റ്സോ നോട്ട്സോ ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതോ ഒന്നും നമുക്ക് വേണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഓൾ എന്നുള്ളതാണെങ്കിൽ എല്ലാം എന്നുള്ളതാണ്. അതായത് അതിനകത്ത് എന്തൊക്കെയുണ്ടോ, ഞാനിപ്പോ കോപ്പി ചെയ്ത് വെച്ചതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മൊത്തത്തിൽ അങ്ങ് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഓൾ. അതിനകത്ത് എന്തെങ്കിലും ഫോർമുലാസ് ഉണ്ടെങ്കിൽ അത് മാത്രമായിട്ട് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫോർമുലാസ്. വാല്യൂസ് മാത്രം, ഞാനിപ്പോ വാല്യൂസ് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. കണ്ടോ, ഇവിടെ ആര് വന്നിട്ടില്ല, ഫോർമാറ്റിംഗ് വന്നിട്ടില്ല. അതിനകത്തെ വാല്യൂസ് മാത്രം അതേപടി നോക്കി പേസ്റ്റ് ചെയ്തു. അവിടെ ഒരു ഫോർമാറ്റിംഗും വന്നിട്ടില്ല. ഇനി അതല്ല, കൺട്രോൾ ഓൾട്ട് വി ആണ് പേസ്റ്റ് സ്പെഷ്യലിനുള്ളത്. കൺട്രോൾ ഓൾട്ട് വി ആണ്. കൺട്രോൾ ഓൾട്ട് വി വെറും പേസ്റ്റ് ആണ് കൺട്രോൾ വി. സ്പെഷ്യൽ പേസ്റ്റ് ആണ് കൺട്രോൾ ഓൾട്ട് വി. ഓൾട്ട് വി ഇപ്പൊ വാല്യൂസ് മാത്രം. ഇനി എനിക്ക് ഫോർമാറ്റിംഗ് മാത്രം മതിയെങ്കിൽ ഫോർമാറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. എന്താ എന്റെ ഫോർമാറ്റിംഗ്, ഞാൻ ഈ കൊടുത്ത കളറൊക്കെയാണ് അല്ലെ. ഇത് നോക്കിക്കേ, ഫോർമാറ്റിംഗ് മാത്രമായിട്ട് വന്നു. ഇത് വാല്യൂസ് മാത്രമായിട്ട് പേസ്റ്റ് ചെയ്തത്, ഇത് ഫോർമാറ്റിംഗ് മാത്രമായിട്ട് പേസ്റ്റ് ചെയ്തത്. ഇനി ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു കമന്റ് നോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പൊ എന്താണ് നോട്ട്, അല്ലെങ്കിൽ എന്താണ് നമുക്കിപ്പോ എന്തൊക്കെയാ ഉള്ളത് അതിനകത്ത്, എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കൺട്രോൾ ഓൾട്ട് വി കൊടുത്തു, കമന്റ്സ് ആൻഡ് നോട്ട്സ്, കമന്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പൊ കമന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ന്യൂ കമന്റ്. കമന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാര്യം അവിടെ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു നോട്ടായിട്ടോ അല്ലെങ്കിൽ വേറൊരാൾ കയറി നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലോ, അല്ലെങ്കിൽ പിന്നെ എനിക്ക് എപ്പോഴെങ്കിലും ഈ പറയുന്ന ഡേറ്റ എടുക്കാൻ നേരത്ത് അതെനിക്ക് ഇപ്പം മീൻസ് പിന്നെ ഞാൻ അത് ഓർത്ത് വെക്കില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ജസ്റ്റ് എന്തെങ്കിലും ജസ്റ്റ് ഒരു നോട്ടായിട്ട് പിന്നെ ഓർക്കാൻ വേണ്ടി എഴുതിയിടണമെന്ന് വിചാരിക്കുക. അതാണ് കമന്റ്. ഇപ്പൊ ന്യൂ കമന്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ ഇവിടെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, കമന്റ് ഇടാനായിട്ട് പോകുന്നു. ഞാനിപ്പോ ജസ്റ്റ് ഫോർ ഫണ്ണെന്നിടുവാണ്. ഫണ്ണെന്നിട്ടു. ദെൻ ഇതാണ് എൻ്റർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കൺട്രോൾ എൻ്റർ കൊടുക്കാം, അല്ലെങ്കിൽ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അതിപ്പോ അവിടെ ആയി. ഇവിടെ ഇതായി എന്ന് കാണിക്കാനായിട്ട് ഇത് കണ്ടോ, ഈ കമന്റ് ഇട്ട ഭാഗത്ത് ഈ ടോപ്പിൽ നോക്കിക്കേ, ഈ ഡേറ്റ അനലിറ്റിക്സ് ഓൺലൈനിന്റെ ഈ ഒരു സൈഡിൽ നോക്കിക്കേ, ഒരു കാര്യം വന്നിട്ടുണ്ട് അല്ലെ. ഒരു ജസ്റ്റ് ഒരു ഷേപ്പ് അവിടെ വന്നിട്ടുണ്ട്. അത് കമന്റ്സിന്റെ ആണ്. അവിടെ ഒരു കമന്റ്സ് ഉണ്ട് എന്ന് കാണിക്കുന്നതാണ്. ഞാൻ ഇവിടെ ഈ സെല്ല് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഈ ആരാണത് ഇട്ടത്, ഏത് ഡേറ്റിലാണ് അത് ഇട്ടത്, എന്താണ് ആ കമന്റ് എന്ന് കാണിക്കും. കണ്ടോ, ഇട്ട ആളുടെ പേര്, എന്താണ് അത് ഇട്ടത്, ദെൻ ഏത് ഡേറ്റിൽ ഏത് ടൈമിലാണ് അത് അവർ ഇട്ടതെന്നും കൂടെ ഉണ്ട്. ഞാനിത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർക്കുന്നത് എനിക്കിത് എഡിറ്റ് ചെയ്യണം എന്ന് ഓർക്കുന്നത്. അപ്പൊ ആ ഒരു പെൻസിലിന്റെ രൂപത്തിലുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിന് താഴെ എനിക്ക് വേറൊരു റിപ്ലൈ, അല്ലെങ്കിൽ വേറൊരാൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു റിപ്ലൈ ആയിട്ട് ഇടണം എന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എന്ത് കൊടുക്കുക, ഇത് കണ്ടോ, ഇത്രേ ഉള്ളൂ. എഗെയിൻ മറ്റൊരാൾക്ക് കയറി റിപ്ലൈ ഇടാനായിട്ട്, ഞാൻ ഇത് ഷെയർ ചെയ്തെങ്കിൽ കയറി ഇടാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് എന്ത്, കമന്റ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു നോട്ടായിട്ട് എനിക്കിത് പിന്നെ എടുത്ത് നോക്കുമ്പോൾ ഓക്കെ ഇത് എന്തുകൊണ്ട് ഇവിടെ വന്നു എന്നുള്ളത് എനിക്ക് അറിയണം. അല്ലെങ്കിൽ ഞാനത് പിന്നെ എടുക്കുമ്പോൾ ഓർക്കില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് അവിടെ നോട്ട് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിലാണ് ഞാൻ എന്ത് യൂസ് ചെയ്യുക, കമന്റ്സ് യൂസ് ചെയ്യുക. ഇനി ഞാൻ ഇതിന് ജസ്റ്റ് ഒരു ബോർഡറും കൂടെ ഒന്ന് കൊടുക്കുവാണ്. അതിനുവേണ്ടി ഞാൻ ഇത്രയും ഭാഗം സെലക്ട് ചെയ്തു. ബോർഡർ ഞാൻ നേരത്തെ കൊടുത്തത് കളഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ വരുന്നു, തിക്ക് ബോർഡേഴ്സ്, ഇവിടെ വരുന്നു, ബോർഡറിൽ വരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ കളർ ഞാൻ ചൂസ് ചെയ്തു. ദെൻ ഇവിടെ വന്നിട്ട് അതിന്റെ ഇത് കൊടുത്തു. ഓക്കെ, ഇതൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞാണല്ലോ. ബോർഡർ കൊടുത്തു, കാരണം അതിന്റെ അകത്ത് ആ പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്നതിനകത്ത് ആ ഒരു കാര്യം കൂടെ കയറി വരുന്നുള്ളത് കൊണ്ടാണ് ഞാനത് കൊടുത്തത്. എന്നിട്ട് ഞാൻ ഇവിടെ വന്നു, കൺട്രോൾ സി കോപ്പി ചെയ്തു. എന്നിട്ട് ഇവിടെ വരുന്നു, പേസ്റ്റ് ചെയ്യാൻ പോവാണ്. കൺട്രോൾ ഓൾട്ട് വി, പേസ്റ്റ് സ്പെഷ്യൽ ആണ്. കൺട്രോൾ ഓൾട്ട് വി. ഞാൻ ആദ്യമേ കമന്റ്സ് ആൻഡ് നോട്ട്സ് മാത്രം പേസ്റ്റ് ചെയ്യാൻ പോവാം. അപ്പൊ ഞാൻ ആകെ ഒരു സെല്ലിൽ എന്ത് കൊടുത്തിട്ടുള്ളൂ,
കമന്റ്സ് കൊടുത്തിട്ടുള്ളൂ. സോ ഞാൻ അത് സെലക്ട് ചെയ്തു കൊടുത്തു. ഇവിടെ വന്നു. ആക്ച്വലി വന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇത് കണ്ടോ? അത് ഞാൻ പേസ്റ്റ് ചെയ്തപ്പം വലുതായതുകൊണ്ട് ഇത് ഇവിടാണ് വന്നത് ആ ഒരു കാര്യം. ഇപ്പം ഡേറ്റ വന്നിട്ടില്ല, ഫോർമാറ്റിംഗ് വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. പക്ഷെ ആ കമന്റ്സ് അവിടെ വന്നു. കാരണം എന്താ? ഞാൻ പറഞ്ഞത് ആരെയാ? കമന്റ്സ് മാത്രം പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ആര് വന്നത്? ഞാൻ ആ ഇട്ട കമന്റ്സ്, മുകളിൽ ഇട്ട കമന്റ്സ് ഇവിടെ വരാനായിട്ടുള്ള റീസൺ എന്താണ്? ഞാൻ പറഞ്ഞത് ആരെ മാത്രം പേസ്റ്റ് ചെയ്യാനാ? കമന്റ്സ് മാത്രം പേസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇനി അടുത്തത് ഞാൻ കാണിക്കാം. ബോർഡർ മാത്രം പേസ്റ്റ് ചെയ്യാൻ പറ്റും. കൺട്രോൾ ഓൾട്ട് വി എടുത്തു. എന്നിട്ട് ഞാൻ പറയുന്നു ഓൾ എക്സെപ്റ്റ്, അല്ലെങ്കിൽ എല്ലാം വേണം, ബോർഡർ ഒഴിച്ച് എല്ലാം വേണമെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓൾ എക്സെപ്റ്റ് ബോർഡേഴ്സ് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. കണ്ടോ? ഞാനിപ്പോ അവിടെ ഒരു ബോർഡർ കൊടുത്തിരുന്നു. ആരെയാ? ആ റെഡ് കളറിലുള്ള ബോർഡർ. വേണമെങ്കിൽ ഒന്ന് ചുമ്മാ പേസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇത് കണ്ടോ? റെഡ് കളറിലുള്ള ബോർഡർ അവിടെ ഉണ്ട്. ആക്ച്വലി അത് അവിടെ ഉണ്ട്. പക്ഷെ ഞാൻ ഇവിടെ എന്താ പറഞ്ഞേ? ഓൾ എക്സെപ്റ്റ് ബോർഡേഴ്സ്, ബോർഡേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാം എന്ത് ചെയ്യുക? പേസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? ബോർഡർ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്കിവിടെ വന്നത്. അങ്ങനെ പേസ്റ്റ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ കൺട്രോൾ ഓൾട്ട് വി എടുക്കുക. ഇനി എന്തൊക്കെയുണ്ട്? ഫോർമുലാസ് അല്ലെങ്കിൽ നമ്പർ ഫോർമാറ്റിംഗ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. വാല്യൂസും നമ്പർ ഫോർമാറ്റിംഗ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇനി നമുക്ക് ട്രാൻസ്പോസ് ചെയ്യണമെന്ന് വിചാരിക്കാം. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ? റോസിനെ കോളംസ് ആക്കും, കോളംസിനെ റോസ് ആക്കും. അതായത് ഇന്റർചേഞ്ച് ചെയ്യുന്നതാണ്. നേരെ തിരിക്കും. റോ എല്ലാം കോളമായി മാറും, കോളം എല്ലാം റോ ആയിട്ട് മാറും. അതാണ് എന്ത്? ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് വാല്യൂസും നമ്പർ ഫോർമാറ്റിംഗ്, വാലിഡേഷൻ. അത് ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ടില്ല. ഡേറ്റ വാലിഡേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ അത് വരില്ല. ഡേറ്റ വാലിഡേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് അവിടെ വരുള്ളൂ. ഞാനത് അവിടെ അപ്ലൈ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അത് അവിടെ കിട്ടില്ല. ഓക്കെ. അപ്പം പേസ്റ്റ് സ്പെഷ്യലിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഫോർമുലാസ് മാത്രം ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. അത് നമ്മൾ എടുത്തിട്ടില്ല. ഫോർമുലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്കത് നോക്കാം. വാല്യൂസ് ഞാനിപ്പോ കാണിച്ചു, ഫോർമാറ്റിംഗ് കാണിച്ചു, കമന്റ്സ് ആൻഡ് നോട്ട്സ് കാണിച്ചു, ഓൾ എക്സെപ്റ്റ് ബോർഡേഴ്സ് ഒക്കെ കാണിച്ചു. ഓക്കെ. അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. ഇത് പേസ്റ്റ് സ്പെഷ്യൽ ആണ്. നോർമൽ പേസ്റ്റ് ആണ് കൺട്രോൾ വി. പേസ്റ്റ് സ്പെഷ്യൽ ആണ് കൺട്രോൾ ഓൾട്ട് വി. അത് വേണം റൈറ്റ് ക്ലിക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് കണ്ടോ? ഇതാണ് പേസ്റ്റ് സ്പെഷ്യൽ. ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ എടുക്കുന്നതിലും ഭേദം കൺട്രോൾ ഓൾട്ട് വി കൊടുത്താൽ സഡൻ ആയിട്ട് എനിക്ക് ഈ ഒരു വിൻഡോ വരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. ഷോർട്ട് കട്ട് കീ പഠിച്ചു വെക്കുക. അതാണ് നമുക്ക് എളുപ്പം. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്നത്. സോ കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. കോപ്പി ചെയ്യുന്നതിന് 3 രീതി നമുക്ക്. ഒന്നെങ്കിൽ ഹോമിൽ വന്നിട്ട് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ രീതിയിൽ കൺട്രോൾ സി കൊടുത്തിട്ട് വേണേലും കോപ്പി ചെയ്യാം. ഒന്നുകൂടെ വരുന്നുണ്ട് മൂവ് ചെയ്യുന്നത്. മൂവ് ചെയ്യുന്നത് എനിക്ക് ഇതിന്റെ സ്ഥാനം മാറ്റണം. മീൻസ് കോപ്പി എന്ന് പറഞ്ഞാൽ എന്താ? ഒറിജിനൽ ലൊക്കേഷനിൽ അവിടെ ഡേറ്റ ഇരിപ്പുണ്ട്. മാറി അവിടുന്ന് ഞാൻ എന്ത് ചെയ്യും? ആ സെയിം കാര്യത്തിനെ തന്നെ എന്ത് ചെയ്യും? വേറൊരു ലൊക്കേഷൻ, അതായത് ഒറിജിനൽ ഡേറ്റയുടെ ലൊക്കേഷൻ മാറുന്നില്ല, പക്ഷെ ഞാൻ വേറൊരു ലൊക്കേഷനിൽ അതേ സെയിം ഡേറ്റ കൊണ്ട് കൊടുക്കുന്നേ ഉള്ളൂ. പക്ഷെ മൂവിങ് എന്ന് പറഞ്ഞാൽ അതല്ല. ഒറിജിനൽ ലൊക്കേഷനിൽ നിന്നും അതിന്റെ എന്തെടുക്കും? എൻറ്റയർ ഡേറ്റനെ എടുത്ത് വേറൊരിടത്തേക്ക് എന്ത് ചെയ്യുന്നു? മാറ്റി പ്ലേസ് ചെയ്യുന്നതാണ് എന്ത്? മൂവിങ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ദേ ഈ ഇത്രയും ഭാഗം ഞാൻ കൺട്രോൾ സി കൊടുത്ത് പേസ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ സോറി, നമുക്ക് കൺട്രോൾ എക്സ് കൊടുത്ത് കട്ട് ചെയ്യാം. മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് കൺട്രോൾ എക്സ് കൊടുത്തിട്ട് കട്ട് ചെയ്യുന്നു. ദെൻ എവിടെയാണോ എനിക്ക് പുതിയതായിട്ട് ഇതിന്റെ ലൊക്കേഷൻ പുതിയതായിട്ട് എവിടെയാണോ കൊടുക്കേണ്ടത് അവിടെ വരുന്നു. കൺട്രോൾ ബി കൊടുത്ത് പേസ്റ്റ് ചെയ്യുന്നു. കണ്ടോ? ആ ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ എന്തായി പോയി? വന്നു അല്ലെ? ഇവിടെ ഇരുന്ന ഡേറ്റ മൊത്തം ഇപ്പൊ എവിടെ വന്ന് കയറി? ഇവിടെയായി. അപ്പൊ അവിടെ നമുക്ക് ഡേറ്റ ഇല്ല, എന്നാൽ അവിടെ എന്തുണ്ട്? ഈ ടേബിളിന്റെ ഭാഗം ആയതുകൊണ്ടാണ് കോളം നെയിം ഇല്ലാത്തതുകൊണ്ട് എന്തിൽ കയറി? കോളം 1, കോളം 2, കോളം 3 എന്നുള്ള രീതിയിൽ കയറി. വാല്യൂസ് ഇല്ലാത്തത് കൊണ്ട് അവിടെ എന്ത് കയറി? ഈ പറയുന്ന രീതിയിൽ വാല്യൂസ് കയറുകയും ചെയ്തു. ഓക്കെ. അപ്പൊ അങ്ങനെ വന്നത് അതുകൊണ്ടാണ്. ദെൻ ഇത് കണ്ടോ? ഈ ലൊക്കേഷൻ ഇപ്പൊ ഞാൻ ഇത് വേണമെങ്കിൽ ഈ ഒരു കാര്യം, ഇതാകുമ്പം ഫോർമാറ്റിംഗ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇത് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്ന ഇത് മാത്രമായിട്ട് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് കൺട്രോൾ എക്സ് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്നിട്ട് കൺട്രോൾ വി കൊടുത്തു. നോക്കിക്കേ, ഈ ഡിവൈസിന്റെ തൊട്ടിപ്പറയല്ലേ ലൊക്കേഷൻ എന്ന് പറഞ്ഞു തരുന്നത്. എന്നിട്ട് അതിപ്പോ അവിടെ ഉണ്ടോ? ഇല്ല. അതെന്തായി പോയി? ഡിലീറ്റ് ആയി പോയി. അപ്പൊ ഇവിടെ എന്താ നടന്നത്? ഈ പറയുന്ന അതിന്റെ ഒറിജിനൽ ലൊക്കേഷൻ ഇവിടെ ആയിരുന്നു. ഞാൻ പറഞ്ഞു കൊടുത്ത ലൊക്കേഷനിലേക്ക് എന്ത് ചെയ്തു? മൂവ് ചെയ്തു.
അതായത് എക്സിസ്റ്റിംഗ് ലൊക്കേഷനിൽ നിന്നും വേറൊരു ലൊക്കേഷനിലേക്ക് എന്ത് ചെയ്തു, മൂവ് ചെയ്യുവാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ അതാണ് മൂവിങ് എന്ന് പറയുന്നത്. ഇതല്ലാതെ നമുക്ക് വേണമെങ്കിൽ മൂവ് ചെയ്യാം. കൺട്രോൾ എക്സ് കൊടുത്ത് കട്ട് ചെയ്തു, കൺട്രോൾ വി കൊടുത്ത് പേസ്റ്റ് ചെയ്തു. അപ്പൊ ഓൾറെഡി ഉള്ള ലൊക്കേഷനിൽ നമുക്ക് എന്തായി മാറി, അത് അവിടെ നിന്ന് ചേഞ്ച് ആയി മാറി. ഓക്കെ, ഇനി ഇതല്ല നമ്മൾ ചെയ്യുന്നത്, ഞാനിത് ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിടുവാണ്. ഇവിടെ ഇത്രയും കാര്യങ്ങൾ കോപ്പി ചെയ്തു, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തു. ഇനി ഈ ഒരു കാര്യം മാത്രം സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് ഇതിന്റെ ബോർഡറിൽ, അതായത് ഈ ഒരു സെലക്ട് ചെയ്തതിന്റെ ഈ ബോർഡറിലായിട്ട് ഇതുണ്ട്, ഈ ഗ്രീൻ ബോർഡർ ഉണ്ടോ, ഈ ബോർഡറിലായിട്ട് ഞാൻ മൗസ് പോയിന്റർ വെക്കുമ്പോൾ അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട് അല്ലെ. അതിൽ പിടിച്ച് ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇതുണ്ടോ, ഇപ്പൊ ഇത് മൂവിങ് ആണ്, നിങ്ങൾക്ക് ഇത് കാണാലോ, മൂവിങ് ആണ്. ഇതിന്റെ ഈ ഒരു ലൊക്കേഷൻ, ഈ ലൊക്കേഷനിൽ നിന്ന് മൂവിങ് ആണ്. ഞാൻ ജസ്റ്റ് ഇവിടെ കൊണ്ട് വെക്കുന്നു, എന്ത് കൊടുത്തു, അതിന്റെ ആ ഒരു ഇത് മൗസ് അങ്ങ് വിട്ടു. അപ്പൊ നോക്കിക്കേ, എക്സിസ്റ്റിംഗ് ലൊക്കേഷനിൽ ഇപ്പത്തേക്ക് മാറ്റി. ഇങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം, ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇങ്ങനെ കൊണ്ട് വെക്കാം. ഇതുപോലെ എടുത്ത് ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, കൺട്രോൾ എക്സ് കൊടുത്ത് കട്ട് ചെയ്യുക, കൺട്രോൾ വി കൊടുത്തിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കൺട്രോൾ എക്സ് കട്ട് ചെയ്യുന്നതിന് അങ്ങനെ കേട്ടോ, കൺട്രോൾ എക്സ് കൊടുത്ത് കട്ട് ചെയ്യുക, കൺട്രോൾ വി കൊടുത്ത് പേസ്റ്റ് ചെയ്യുക, കൺട്രോൾ സി കോപ്പി ചെയ്യുക, കൺട്രോൾ വി പേസ്റ്റ് ചെയ്യുക, കൺട്രോൾ ഓൾട്ട് വി സ്പെഷ്യൽ പേസ്റ്റ്. ഓക്കെ, ടേബിൾ ഫോർമാറ്റിംഗ് ഉൾപ്പെടെ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്താ പറഞ്ഞ, എന്താ കൺസെപ്റ്റ് എന്ന് ക്ലിയർ ആണോ? ഇതിന്റെ റെക്കോർഡ് സെക്ഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ. പേസ്റ്റ് ചെയ്യുന്നതും കോപ്പി ചെയ്യുന്നതും മൂവ് ചെയ്യുന്നതും ടേബിൾ ഫോർമാറ്റിങ്ങും ഇത്ര ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഇപ്പൊ പറഞ്ഞ അത്രയും കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ജസ്റ്റ് ഒരു ടേബിളിലേക്ക് ഹെഡിങ് ഒക്കെ ഒന്ന് ഫോർമാറ്റ് ചെയ്താലും മതി, ഫോർമാറ്റിംഗ് ചെയ്യുക. പിന്നെ നമുക്ക് പേസ്റ്റ് സ്പെഷ്യൽ വരുമ്പം ഈ രീതിയിൽ ബോർഡർ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ബോർഡർ ഒഴികെ ബാക്കിയെല്ലാം പേസ്റ്റ് ചെയ്യുന്നതും, പിന്നെന്താണ് ആ ഫോർമാറ്റിംഗ് മാത്രമായിട്ട് പേസ്റ്റ് ചെയ്യുന്നതും, വാല്യൂസ് മാത്രമായിട്ട് പേസ്റ്റ് ചെയ്യുന്നതും, കമന്റ്സ് അല്ലെങ്കിൽ നോട്ട്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ കമന്റ് കൊടുക്കുക. അപ്പൊ അവിടെ നമുക്ക് എന്തെങ്കിലും കാര്യം നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോട്ട് ചെയ്തിടാനായിട്ടൊക്കെ പറ്റും. അപ്പൊ ഞാനൊരു കമന്റ് ആഡ് ചെയ്തു, അത് കഴിഞ്ഞ് വേറൊരാൾക്ക് ഞാൻ ആ ഡേറ്റ ഷെയർ ചെയ്തു, അവരെന്തെങ്കിലും ഒരു കമന്റ് ആഡ് ചെയ്തു എന്ന് വിചാരിക്കും. അങ്ങനെ നമുക്ക് ഷെയർ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കാണാൻ പറ്റും എന്താണ് അവിടെ ആഡ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. ആഡ് ചെയ്തു, ഏത് ടൈമിൽ ആഡ് ചെയ്തു, എപ്പോൾ ആഡ് ചെയ്തു, എന്താണ് ആഡ് ചെയ്തതെന്നൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്ത് നോക്കേണ്ടത് ടേബിൾ ഫോർമാറ്റിംഗ് ചെയ്യണം, അതുപോലെ ഈ കോപ്പി ചെയ്യുന്നത്, പേസ്റ്റ് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവുക. ഓക്കെ, കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഫിൽട്ടർ ചെയ്യുന്നത്, സോർട്ട് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആകുന്ന ഒന്നാണ്. അതുകൊണ്ട് അതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ.
ഇതൊക്കെ ഷോർട്ട് കട്ട്സ് ആണ്. ടേബിൾ ഫോർമാറ്റിങ്ങിന് വേണ്ടി Ctrl+T. ആ ടേബിൾ ഫോർമാറ്റിംഗ് ഞാൻ പറഞ്ഞു. പക്ഷേ ഇപ്പൊ ഇതൊരു ടേബിൾ ആണ് അല്ലെ? ഇതൊരു ടേബിൾ ആണ്. കാരണം എങ്ങനെ മനസ്സിലാകുന്നത്? ഇതിനുള്ളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ടേബിൾ ഡിസൈൻ എന്ന് പറഞ്ഞ ടാബ് വരും. എന്നാൽ ഇതിന്റെ വെളിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ടേബിൾ ഡിസൈൻ എന്ന് പറഞ്ഞ ടാബ് വരില്ല. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ടേബിൾ ആണോ എന്നറിയാനായിട്ടുള്ള ഒരു എളുപ്പവഴിയാണ്. അതിനുള്ളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ടേബിൾ ഡിസൈൻ എന്ന് പറഞ്ഞ ടാബ് ഉണ്ടെങ്കിൽ, അതുണ്ടെങ്കിൽ ഇതൊരു ടേബിൾ ആണ്, ഇല്ലെങ്കിൽ ടേബിൾ അല്ല. സോ ഇതിപ്പോ ടേബിൾ ഫോർമാറ്റിംഗിലാണ് ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് ടേബിൾ ഫോർമാറ്റിംഗ് വേണ്ട, നോർമൽ രീതി മതി എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടേബിൾ സെലക്ട് ചെയ്യുക. ടേബിൾ ഡിസൈൻ എന്ന് പറഞ്ഞ ടാബിലേക്ക് വരിക. അവിടെ ടൂൾസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ടേബിൾ ഡിസൈൻ എന്ന് പറഞ്ഞ ടാബില് ടൂൾസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ കൺവേർട്ട് ടു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ടേബിളിനെ നോർമൽ റേഞ്ച് ഓഫ് സെൽസ് ആയിട്ട് എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്യുക. ഇപ്പൊ ഇരിക്കുന്ന എന്താണ്? ടേബിൾ ആണ് അല്ലെ? എക്സലിന്റെ ടേബിൾ ഫോർമാറ്റിംഗിലാണ് ഇരിക്കുന്നത്. അതിനെ നോർമൽ രീതിയിലേക്ക് മാറ്റുക. അപ്പൊ എന്തു പറഞ്ഞു? കൺവേർട്ട് ടു റേഞ്ച്. അപ്പൊ നിങ്ങളോട് ചോദിക്കും, ഡു യു വാണ്ട് ടു കൺവേർട്ട് ദ ടേബിൾ ടു എ നോർമൽ റേഞ്ച്? ഈ ഒരു ടേബിളിനെ നോർമൽ രീതിയിലേക്ക് മാറ്റണോ നിങ്ങൾക്ക് എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കുക? എക്സ് കൊടുക്കുക. എസ് കൊടുത്തെങ്കിൽ എന്തായിരിക്കും? നോർമൽ രീതിയിലേക്ക് മാറും. നോർമൽ രീതിയിലേക്ക് മാറിയാൽ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആര് വരില്ല? ടേബിൾ ഡിസൈൻ എന്ന് പറഞ്ഞ ടാബ് വരില്ല. സോ ഞാൻ എസ് കൊടുത്തു. ദേ ഇനി ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആര് വരില്ല? ടേബിൾ ഡിസൈൻ എന്ന് പറഞ്ഞ ടാബ് വരില്ല. കാരണം അതാരല്ല? ടേബിൾ അല്ല. പക്ഷെ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് അവിടെ നിൽക്കും. ഇനി നിങ്ങൾക്ക് ഈ ഫോർമാറ്റിംഗ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എന്ത് കൊടുക്കാം? ക്ലിയർ ഫോർമാറ്റ് കൊടുക്കാം. ഇതിപ്പോ നോർമൽ റേഞ്ച് ആണ്. ഫോർമാറ്റിംഗ് ജസ്റ്റ് ആ ഒരു കളർ ഒക്കെ അവിടെ നിൽക്കുന്നതേ ഉള്ളൂ. അത് വേണ്ട എന്നുണ്ടെങ്കിൽ ക്ലിയർ ഫോർമാറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ ക്ലിയർ ഓൾ കൊടുത്തിട്ട് മൊത്തത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഡേറ്റ മൊത്തം പോവേ. ക്ലിയർ ഓൾ കൊടുക്കുമ്പോൾ മൊത്തത്തിൽ ഡേറ്റ ഉൾപ്പെടെ പോകും. ക്ലിയർ ഫോർമാറ്റ് ആണെങ്കിൽ ഈ ഇപ്പൊ ഉള്ള കളറൊക്കെ അങ്ങ് പോവുകയേ ഉള്ളൂ. അങ്ങനെ നമുക്ക് നോർമൽ റേഞ്ചിലേക്ക് മാറ്റാം. ഇത്രേ ഉള്ളൂ. ടേബിൾ ഡിസൈൻ ടാബില് ടൂൾസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ കൺവേർട്ട് ടു റേഞ്ച് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളോട് ചോദിക്കും നോർമൽ റേഞ്ചിലേക്ക് മാറ്റണോ എന്ന് ചോദിക്കും. അപ്പൊ എസ് കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും? ടേബിൾ എന്നുള്ള രീതിയിൽ നിന്നും നോർമൽ റേഞ്ച് ഓഫ് സെൽസ് ആയിട്ട് ഇപ്പം മാറും. അപ്പൊ അവിടെ ഒരു പേര് ഞാൻ പറഞ്ഞു, നോർമൽ റേഞ്ച് ഓഫ് സെൽസ് അല്ലെ? ഞാനത് പറയാൻ വിട്ടുപോയി. എന്താണ് റേഞ്ച് ഓഫ് സെൽസ്? സെൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിംഗിൾ റെക്ടാങ്കുലർ ബോക്സിനെയാണ് എന്തെന്ന് പറയുക? സെൽ എന്ന് പറയുക. അങ്ങനെയാണ് റേഞ്ച് ഓഫ് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് എന്തെന്ന് പറയുക? റേഞ്ച് എന്ന് പറയുക. ഗ്രൂപ്പ് ഓഫ് സെൽസ് മേ ബി അത് സിംഗിൾ സെൽ ആകാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സെൽസ് ആകാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഇത്രയും ഗ്രൂപ്പ് ഓഫ് സെൽസിനെ സെലക്ട് ചെയ്തു. ഇതൊരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ പറയുന്ന ഫോർമുലാസ് എന്ന് പറഞ്ഞ ടാബില് ഡിഫൈൻ നെയിം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിന് ഒരു പേര് കൊടുക്കുക. ഇത്രയും ഗ്രൂപ്പ് ഓഫ് സെൽസ് വേണ്ട, ഷോർട്ട് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഇത്ര സെലക്ട് ചെയ്തത്. ഓക്കെ, ഇത്രയും സെലക്ട് ചെയ്തു. ഇതിപ്പോ എവിടെ തൊട്ട് എവിടെ വരെയാ? F21 to H26 വരെ. കാരണം ഞാനിത് എങ്ങനെയാണ് അതിന്റെ പറഞ്ഞതെന്ന് ചോദിച്ചാല്, ഇവിടെ ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞു. എവിടാ തുടങ്ങുന്നത്? ഈ സെല്ലിലാ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സെല്ലിന്റെ ഇതാണ് പേരാണ് F21. എഫ് എന്ന് പറയുന്ന സെല്ലില് 21 എന്ന് പറയുന്ന എഫ് എന്ന് പറയുന്ന കോളത്തില് 21 എന്ന് പറയുന്ന റോയും കൂടെ ഇന്റർസെക്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു സെല്ല് വരുന്നത്. സോ F21 ദെൻ എൻഡ് ചെയ്യുന്നത് ഈ ഒരു സെല്ലിലാണ്. അതിന്റെയാണ് H26 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഡിഫൈൻ നെയിം, ഒരു പേര് കൊടുക്കുക. എന്താണ് പേര്? ഞാൻ ജസ്റ്റ് സെയിൽസ് എന്ന പേര് കൊടുത്തു. എന്നിട്ട് ഓക്കെ കൊടുത്തു. ഇപ്പൊ ഈ ഒരു റേഞ്ച് ഓഫ് സെൽസിന്റെ പേരാണ് F21 തൊട്ട് H26 വരെയുള്ള ആ സെൽസിന്റെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിന്റെ പേരാണ് എന്ത്? നമ്മൾ കൊടുത്ത സെയിൽസ്. സോ ഞാൻ താഴെ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഫോർമുലാസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന ഈക്വൽ ടുയിലാണ്. ഈക്വൽ ടു സെയിൽസ് എന്ന് വിളിച്ചു. കണ്ടോ? ആര് സെലക്ട് ആയി? F21 തൊട്ട് H26 വരെ. കാരണം എന്താ? ആ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിന് ഞാൻ പറഞ്ഞു കൊടുത്ത പേരാണ് എന്ത്? സെയിൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആര് സെലക്ട് ആയത്? ആ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് അവിടെ സെലക്ട് ആയത്. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിന് വേണമെങ്കിൽ പേര് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊരു ഇതാണ്. ഇതിനെയാണ് നെയ്മഡ് റേഞ്ച് എന്ന് പറയുന്നത്. ആ ഒരു റേഞ്ച് ഓഫ് സെൽസിന് എന്ത് കൊടുത്തു? പേര് കൊടുത്തു. ഇനി അതല്ല, എനിക്കതല്ല സെലക്ട് ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്നു എവിടെ തുടങ്ങണം? F21 കോളൻ ദെൻ എന്താ പറഞ്ഞേ? H26. കണ്ടോ? ഇപ്പോഴും സെലക്ട് ആയി. ആ റേഞ്ച് ഓഫ് സെൽസിനെ റെഫർ ചെയ്യുന്ന ഇങ്ങനെയാണ്: സ്റ്റാർട്ടിംഗ് സെൽ റെഫറൻസ് കോളൻ എൻഡിങ് സെൽ റെഫറൻസ് ഈക്വൽ ടു. സ്റ്റാർട്ടിംഗ് എവിടെ തുടങ്ങുന്നത്? F21 കോളൻ
H26 എന്ന് പറഞ്ഞാൽ എന്താണ്? F21 തുടങ്ങി H26 എൻഡ് ചെയ്യുക. സ്റ്റാർട്ടിംഗ് സെൽ റെഫറൻസ് കോളൻ എൻഡിങ് സെൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താകുക? ആ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഇത്. ഇത് നമുക്ക് ആ ഒരു റേഞ്ച് ഓഫ് സെൽസിനെ സെലക്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം. നോർമൽ രീതിയിലാണെങ്കിൽ കൺട്രോൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് സെലക്ട് ചെയ്ത് പോവുക. ഇത്രേ ഉള്ളൂ. കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് ദേ ഇതുപോലെ എന്ത് ചെയ്ത് പോവുക? സെലക്ട് ചെയ്ത് പോവുക. ഇത് സെലക്റ്റഡ് ആണോ എന്ന് അറിയണേ ഞാൻ ഇത്രയും ഇതിന് മൊത്തത്തിൽ ഞാനൊരു കളർ അങ്ങ് കൊടുക്കുവാണ്. സോറി, മൊത്തത്തിൽ ഞാനൊരു കളർ കൊടുക്കുന്നു. കണ്ടോ? അപ്പൊ സെലക്റ്റഡ് ആയതുകൊണ്ടാണല്ലോ എല്ലാത്തിനും എനിക്ക് ഒരുപോലെ എന്ത് കൊടുക്കാൻ പറ്റിയത്? കളർ കൊടുക്കാൻ പറ്റിയത്. നോർമലി ആണെങ്കിൽ കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് പോകാം. എന്നിട്ട് സെലക്ഷൻ കഴിഞ്ഞെങ്കിൽ കൺട്രോൾ കീ എന്താക്കുക? റിലീസ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒരു കളർ കൊടുത്തു നോക്കുക. അപ്പൊ ആ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിന് കളർ കയറും. അങ്ങനെ വരാം. അല്ലെങ്കിൽ നെയ്മഡ് റേഞ്ച് ആണുള്ളത്. ഇപ്പൊ നമുക്ക് ഒരു ഇത്രയും സെൽസ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു പേര് നമുക്ക് ഫോർമുലാസ് എന്ന് പറയുന്നതിൽ വന്നിട്ട് ഡിഫൈൻ നെയിം ഒരു നെയിം കൊടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈക്വൽ ടു സ്റ്റാർട്ടിംഗ് സെൽ റെഫറൻസ് കോളൻ എൻഡിങ് സെൽ റെഫറൻസ് കൊടുത്താൽ ആ ഒരു സെല്ലിനെ നമുക്ക് ഗ്രൂപ്പ് ഓഫ് സെല്ലിനെ നമുക്ക് പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ്. പിന്നെ വരുന്ന ഒന്നാണ് നമ്മൾ എന്താ ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് ഇപ്പം ഏതെങ്കിലും ഒരു കോളത്തില് ചിലപ്പോൾ 1 2 3 എന്ന് പറഞ്ഞ് മേ ബി നമ്മൾ ചിലപ്പം ജസ്റ്റ് ഒരു നമ്പർ ഇട്ട് പോവായിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ ഏത് നേരം പോയി ഈ 1 2 3 എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്ത് പോകണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 1 എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഇവിടുന്ന് വന്നിട്ട് എന്ത് ചെയ്തു വിടുന്നു? ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ഈ ഒരു അതായത് ഇവിടെ ഇതിന്റെ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ബോട്ടമിൽ കൊണ്ട് വെക്കുമ്പം ഇങ്ങനെ ഒരു പ്ലസ് ഐക്കൺ വരും. അതിൽ പിടിച്ച് എന്ത് ചെയ്യുക? ഡ്രാഗ് ചെയ്യുക. അപ്പൊ ഞാൻ ദേ ഇവിടെ വരെ ഡ്രാഗ് ചെയ്തു. ഓക്കെ, ഡ്രാഗ് ചെയ്തപ്പോൾ സെയിം വാല്യൂ വെച്ചാ ഫില്ല് ചെയ്തത്. കാരണം ഞാൻ ആദ്യമേ 1 എന്ന് പറയുന്ന വാല്യൂ ഒരു സെല്ലിൽ കൊടുത്തു. ആ സെല്ലിന് ഞാൻ ഡ്രാഗ് ചെയ്ത് അപ്പൊ അവിടെ എന്ത് ചെയ്തു? സെയിം വാല്യൂ വെച്ചിട്ടാണ് ഫില്ല് ചെയ്തത്. പക്ഷെ എനിക്ക് ഇങ്ങനെ അല്ലല്ലോ പോകേണ്ടത്. എങ്ങനെയാ പോകേണ്ടത്? 1 2 3 4 5 അങ്ങനെയാണ് പോകേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ജസ്റ്റ് ദേ ഇതിന്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു കാര്യം വരും. ഈ ഒരു ബോക്സ് വരും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഞാൻ പറയുന്നു ഫിൽ സീരീസ്. സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 2 3 അങ്ങനെ ഒരു സീരീസ് പോലെ പോവുക. ഇനി അതാണത്. അല്ലെങ്കിൽ ഫസ്റ്റ് കിടന്ന എന്താ? കോപ്പി സെൽ. ഓൾറെഡി ഉള്ള സെല്ല് കോപ്പി ചെയ്തിട്ട് അതേപടിയാണ് അങ്ങ് പോയത്. ആ ഒരു രീതിയിലാണ് പോയത്. ഇനി ഫിൽ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്ത് വിടും? സീരീസ്ലി അതായത് 1 2 3 4 എന്നുള്ള രീതിയിൽ സീരീസ് ആയിട്ട് ഫില്ല് ചെയ്ത് പോകും. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതുപോലെ തന്നെ ഡേറ്റിന് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ഇന്നത്തെ ഡേറ്റ് കൊടുക്കുവാണ്. സിസ്റ്റത്തിൽ എങ്ങനെയാണോ ഡേറ്റ് കൊടുക്കുന്നത് അതേ രീതിയിൽ നിങ്ങൾ കൊടുക്കാവൂ. ഓക്കെ, മാറ്റി കൊടുക്കരുത്. സോ ഞാൻ ഈ രീതിയിൽ 14/10/2025 എന്നാണ് എന്റെ സിസ്റ്റത്തെ ഡേറ്റ് കിടക്കുന്നത്. സോ അത് ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇതിനെ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തു. അപ്പൊ ഇവിടെ നോക്കിക്കേ, 14/10/15/10 ഡിഫോൾട്ട് ആയിട്ട് എന്ത് വെച്ചാ അവിടെ ഇൻക്രിമെന്റ് ആയേക്കുന്നത്? ഡേ ബൈസ് ആണ് ഇൻക്രിമെന്റ് ആയേക്കുന്നത് അല്ലെ? നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 14/10 15/10 16/10 അപ് ടു പോയിരിക്കുന്ന ഡിഫോൾട്ട് ആയിട്ട് ഡേ ബൈസ് അവിടെ ഇൻക്രിമെന്റ് ആയി. ഞാൻ ജസ്റ്റ് ഒരു ഡേറ്റേ കൊടുത്തുള്ളൂ, എന്നിട്ടാണ് ഡ്രാഗ് ചെയ്ത് വിട്ടത് അല്ലേ? പക്ഷെ അവിടെ ഡിഫോൾട്ട് ആയിട്ട് എന്താ എടുത്തത്? ഡേ ബൈസ് ആണ് ഇൻക്രിമെന്റ് ചെയ്ത് പോയത്. ഇനി എനിക്കത് മന്ത് വൈസ് വേണമെന്ന് വിചാരിക്കുക. അപ്പം എന്ത് ചെയ്യുക? ഫിൽ മന്ത് വൈസ് ഫിൽ ചെയ്യുക. ഞാൻ ഇത് കൊടുത്തു. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഡേ കോൺസ്റ്റന്റ് ആണ് 14 തന്നെ. പക്ഷെ മന്ത് നോക്കിയേ 10 11 12. പിന്നെ അടുത്ത ഇയറിൽ കയറുന്നോണ്ടാണ് 2026 ആയത്. 1 2 3 4 5 6 അപ് ടു 12. കണ്ടോ? അവിടെ മന്ത് വൈസ് ആണ്. ഇനി എനിക്ക് ഇയർ വൈസ് ആണ് വേണ്ടതെങ്കിൽ എന്ത് കൊടുക്കുക? ഫിൽ ഇയർ. അപ്പൊ നോക്കിക്കേ, ഡേ കോൺസ്റ്റന്റ് മന്ത് കോൺസ്റ്റന്റ്. അവിടെ ആരാ വരുന്നത്? ഇയർ വൈസ് ഫിൽ ചെയ്തു പോയി. ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ കേസിൽ ഡേറ്റിന്റെ കേസിൽ ഡേ വൈസ്, മന്ത് വൈസ്, അതുപോലെ തന്നെ ഇയർ വൈസ്, അതുപോലെ തന്നെ ഒരാളും കൂടെ ഉണ്ട് വീക്ക് ഡേ വൈസ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ വീക്കിൽ ഡേയ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്ത് പോകാൻ പറ്റും? ഫില്ല് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാനായിട്ട് പറ്റും. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഓരോന്നായിട്ട് ടൈപ്പ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതാണ് ആ ഒരു ഫിൽ എന്ന് പറയുന്നത്. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഫ്ലാഷ് ഫിൽ എന്ന് പറയുന്നത്.
അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുത്തു. 3 പേരാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇതെന്റെ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞ കോളാന്ന് വിചാരിക്കുക, സപ്പോസ്. ഏ എന്നിട്ട് എനിക്ക് ഇപ്പൊ ആദ്യത്തെ ഈ കോളത്തിൽ വരേണ്ടത് ഈ ഫ്ലാഷ് ഫിൽ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് നമുക്ക് എക്സലില്. ഫ്ലാഷ് ഫിൽ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. തൊട്ടടുത്തിരിക്കുന്ന സെല്ലിലെ പാറ്റേൺ മനസ്സിലാക്കിയിട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്ന എക്സാമ്പിൾ എന്താണോ അതിനനുസരിച്ച് ബാക്കി ഫില്ല് ചെയ്ത് പോകുന്നതാണ് ഫ്ലാഷ് ഫിൽ എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ ജസ്റ്റ് അഞ്ജന എന്ന് കൊടുത്തു. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇതിപ്പോ ഫുൾ നെയിം ആണല്ലോ, ഇവിടെ വരാൻ പോകുന്നത് മൊത്തം എന്താണ്, ഫസ്റ്റ് നെയിം മാത്രമേ വരാൻ പാടുള്ളൂ. സോ എല്ലായിടത്തും ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്നുള്ള രീതിയിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് തൊട്ട് താഴത്തെ സെല്ല് വന്നിട്ട് ഞാൻ പറയുന്നു കൺട്രോൾ ഇ. കൺട്രോൾ ഇ കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ഫില്ല് ചെയ്തു, ഈ ഒരു സെല്ലിലെ ഫസ്റ്റ് നെയിം മാത്രം എടുത്ത് ഫില്ല് ചെയ്തു. അതെങ്ങനെയാ ഫില്ല് ചെയ്തത്, ഈ ഒരു സെല്ലിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുത്തു. തൊട്ടടുത്ത സെൽസിലായിട്ട് ഞാനൊരു പാറ്റേണും വെച്ചിട്ടുണ്ട്. അപ്പൊ എക്സൽ എന്ത് ചെയ്തു, ഈ പാറ്റേൺ മനസ്സിലാക്കി എന്നിട്ട് എന്താണ് ഈ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞ രീതിയിൽ ഫില്ല് ചെയ്ത് തന്നു. എന്നാൽ ഇവിടെ നമുക്ക് നോക്കാം. ഈ ഒരു സെല്ലില് ഞാൻ ജസ്റ്റ് ഇപ്പം ലാസ്റ്റ് നെയിം കൊടുത്തു. ലാസ്റ്റ് നെയിം കൊടുത്തിട്ട് തൊട്ട് താഴത്തെ സെല്ല് വന്നിട്ട് എന്ത് പറഞ്ഞു, കൺട്രോൾ ഇ. അപ്പൊ എന്ത് മനസ്സിലായി, എക്സലിൽ എന്ത് മനസ്സിലായി, ഇവിടെ ഒരു പാറ്റേൺ പോയിട്ടുണ്ടല്ലേ, ഇവിടെ ഒരു എക്സാമ്പിളും വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് മനസ്സിലായി, ലാസ്റ്റ് നെയിം ആണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത്. എഗെയിൻ ഞാൻ അടുത്ത സെല്ലിൽ വന്നിട്ട് ഇപ്പൊ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും നിങ്ങൾക്ക് 2 കോളത്തിലുണ്ട്. അപ്പം ഇതിനെ രണ്ടിനെയും കൂടെ ഒന്നിച്ച് നിങ്ങൾക്ക് ഫുൾ, അതായത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഇതാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഒരു പാറ്റേൺ പറഞ്ഞു കൊടുത്തു. ഇവിടെ ഫസ്റ്റ് നെയിം, ഇവിടെ ലാസ്റ്റ് നെയിം, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ കൺട്രോൾ ഇ കൊടുക്കുന്നു. അപ്പൊ എന്ത് ചെയ്തു, ഓക്കെ, ഒരു പാറ്റേൺ അവിടെ ഉണ്ട്, ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്കി എന്ത് ചെയ്തു, ആ മനസ്സിലാക്കിയിട്ട് തൊട്ടടുത്തുള്ള സെൽസുകളെ പാറ്റേൺ ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്തു. അതാണ് എന്ത്, ഫ്ലാഷ് ഫിൽ എന്ന് പറയുന്നത്. ഫ്ലാഷ് ഫില്ലിനുള്ള ഷോർട്ട് കട്ട് ആണ് എന്ത്, കൺട്രോൾ ഇ എന്ന് പറയുന്നത്. കൺട്രോൾ ഇ ആണ് ഷോർട്ട് കട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നാല് ഏത് ഗ്രൂപ്പില്, ഹോമില് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പില് ക്ലിയറിന് തൊട്ട് മുകളിലായിട്ട് ഫ്ലാഷ് ഫിൽ ഉണ്ട്. അതാണ്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ ഇ കൊടുക്കുവാണെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങൾക്ക് എപ്പോഴും നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആകുന്ന ഒന്നാണ് ഈ ഫ്ലാഷ് ഫിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ രീതിയിൽ ഫില്ല് ചെയ്യുക, അതായത് ഡേറ്റ് ഒക്കെ വെക്കുമ്പോൾ ഡേ വൈസോ മന്ത് വൈസോ ഇയർ വൈസോ വീക്ക് ഡേയോ ഫില്ല് ചെയ്യുന്നത്, വാല്യൂസ് ഇതുപോലെ കൊടുത്തിട്ട് സെയിം വാല്യൂ വെച്ചോ അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് വാല്യൂ വെച്ചോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോബബ്ലി കൂടുതലായിട്ടും യൂസ്ഫുൾ ആകുന്ന കാര്യങ്ങളാണ്. ഇത് ഫ്ലാഷ് ഫില്ലാണ്, ഇത് അല്ലാത്ത ഫില്ലാണ്. അതൊന്ന് ചെയ്ത് നോക്കിയേ കിട്ടുന്നുണ്ടോന്ന്. ഫ്ലാഷ് ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ ഈ പറയുന്ന
ഫില്ലും ചെയ്ത് നോക്കണേ. ഓട്ടോമാറ്റിക്കലി സീരീസ് സെയിം വാല്യൂ വെച്ച് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ സീരീസ് ഓഫ് വാല്യൂ വെച്ച് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാറ്റേൺ പറഞ്ഞു കൊടുക്കാം കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഈവൻ നമ്പേഴ്സ് മതിയെങ്കിൽ ഇപ്പൊ 2, അതിനുശേഷം ഞാനിവിടെ 4 കൊടുത്തു. എന്നിട്ട് ഇത് രണ്ടും സെലക്ട് ചെയ്തു. ഈ രണ്ട് സെല്ല് നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്ത് വിടുക? ഡ്രാഗ് ചെയ്ത് വിടുക. അപ്പൊ ആ ഒരു പാറ്റേൺ അതിന് മനസ്സിലായി. 2 കഴിഞ്ഞാൽ 4, അപ്പൊ അവർക്കിടയിലുള്ള ഡിഫറൻസ് 2 ആണ്. സോ എന്ത് ചെയ്യും? ആ ഡിഫറൻസ് വെച്ച് ആഡ് ചെയ്ത് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 2, 4 എന്ന് ഞാൻ കൊടുത്തു ജസ്റ്റ്. എന്നിട്ട് ഡ്രാഗ് ചെയ്തപ്പം ആ ഒരു പാറ്റേൺ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്ത് വിട്ടു? ഫില്ല് ചെയ്ത് വിട്ടു. 2, 4, 6, 8 അപ് ടു ഫില്ല് ചെയ്ത് വിട്ടു. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ. ഈ രീതിയിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഫ്ലാഷ് ഫില്ല് കൂടുതൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒന്നാണ്. അതുപോലെ ഡേറ്റിന്റെ ഒക്കെ കേസിലാണേലും പ്രോപ്പർ ഡേറ്റിലേക്ക് മാറ്റുന്നതൊക്കെ ആണേലും അതൊക്കെ ഇപ്പൊ ഈ ഒരു ഡേറ്റ് എന്ന് പറയുന്ന കോളം ടേബിളിലേക്ക് ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡേറ്റിലല്ലായിരുന്നു കിടന്നത്. ഞാനിത് എന്താക്കി? കറക്റ്റ് ഷോർട്ട് ഡേറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. ഷോർട്ടോ ലോങ്ങോ ഇത് വേണ്ടേ, നമുക്ക് നമ്മുടെ ആ ഒരു റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്കെല്ലാ സോർട്ട് ചെയ്യണമെങ്കിലും ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു സോർട്ട് ബട്ടൺ ഉണ്ട്. അതായത് ഇപ്പൊ ഈ വാല്യൂസിനെ തന്നെ സോർട്ട് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പം ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണമെങ്കിൽ സോർട്ട് ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടോ, തിരിച്ച് സോർട്ട് ചെയ്തു. 27 to എന്നുള്ള രീതിയിൽ സോർട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ നമുക്ക് സോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനനുസരിച്ച് സോർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ സോർട്ട് ഉണ്ട്, സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ഉണ്ട്, ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് ഉണ്ട്, അല്ലെ ഫിൽറ്റർ ഉണ്ട്. കൺട്രോൾ ഫിൽറ്റർ ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് കൺട്രോൾ ഷിഫ്റ്റ് എൽ. ഷോർട്ട് കട്ടാണ് കൺട്രോൾ ഷിഫ്റ്റ് എൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ ഷിഫ്റ്റ് എൽ കൊടുത്തു. അപ്പൊ നോക്കിക്കേ, ഇവിടെയൊക്കെ ഒരു ഫിൽട്ടർ ബട്ടൺ വന്നു. കണ്ടോ, ഇവിടെ വന്നു. അതുപോലെ ഇപ്പുറത്തൊക്കെ എന്ത് വന്നു? ഒരു ഫിൽട്ടർ ബട്ടൺ ആഡായി. കാരണം എന്താ? അവിടെ ഞാൻ ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഷിഫ്റ്റ് എൽ കൊടുത്താൽ മതി. അതവിടെ ആഡ് ആവുകയും ചെയ്യും, റിമൂവ് ആവുകയും ചെയ്യും. ഓക്കെ. ഇല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ഷിഫ്റ്റ് എൽ കൊടുത്തിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താലും മതി, അല്ലെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് എൽ കൊടുത്താലും മതി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിൽട്ടർ ബട്ടൺ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അത് ടേബിളിലേക്ക് മാറ്റിയെങ്കിൽ മാത്രമേ ഫിൽട്ടർ ബട്ടൺ കിട്ടൂ എന്നില്ല. ഇതുപോലെ നമുക്ക് ആഡ് ചെയ്യാനും പറ്റും. ടേബിളിലേക്ക് മാറ്റിയാൽ മാത്രമല്ല, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിൽട്ടർ ബട്ടൺ ആഡ് ചെയ്യാൻ പറ്റും. കൺട്രോൾ ഷിഫ്റ്റ് എൽ ആണ് അതിനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് ഫിൽട്ടർ ബട്ടൺ കൊടുക്കാനായിട്ടും പറ്റും.
അപ്പൊ ഈ ഫോണ്ട് എന്നുള്ള ഗ്രൂപ്പ് നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ഇതും കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഇത് Ctrl+X നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇതും കട്ട് ചെയ്യാനാണ്. കോപ്പി ചെയ്യാൻ പേസ്റ്റ് ചെയ്യാനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ക്ലിപ്പ് ബോർഡിലും അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, പേസ്റ്റ് ചെയ്യാനും കോപ്പി ചെയ്യാനും കട്ട് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. പിന്നെ ഫോണ്ടിൽ വന്നാൽ ഈ ഓപ്ഷൻസ് ഉണ്ട്, അത് ചെയ്ത് നോക്കണം. അലൈൻമെന്റ് ചെയ്ത് നോക്കണം, നമ്പർ ചെയ്ത് നോക്കണം. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നമ്മൾ നോക്കിയിട്ടില്ല, നമുക്ക് നോക്കാനുള്ളതാണ്. ഫോർമാറ്റ് ആസ് ടേബിൾ എന്നുള്ളത് നമ്മൾ നോക്കി. ഇന്നലെ ഇൻസേർട്ട് ഡിലീറ്റ് ഒക്കെ നമ്മൾ നോക്കിയതാണ്. പിന്നെ ഈ പറയുന്ന ഫ്ലാഷ് ഫില്ല് അത് ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് ചെയ്ത് നോക്കിയേക്കണം. ഓക്കെ, സോർട്ട്, ഫിൽട്ടർ, ഈ കാര്യങ്ങളും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയേക്കണം. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ റെക്കോർഡ് സെക്ഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ, ഇതൊക്കെ ഏറ്റവും ബേസിക്സ് ആണ്. മേ ബി പലർക്കും ഇതൊക്കെ അറിയായിരിക്കും, ചിലർക്ക് എക്സലുമായിട്ട് ഒരു ബന്ധവും കാണില്ല. അപ്പൊ അവർക്ക് ഇതൊക്കെ ഏറ്റവും സ്റ്റാർട്ടിങ് തൊട്ട് പോകുന്നതാണ്. അതുകൊണ്ട് ഓക്കെ, ആദ്യത്തെ ക്ലാസ് ഒക്കെ ഏറ്റവും സ്റ്റാർട്ടിങ് ആണ്. അതിനുശേഷമാണ് നമ്മൾ എങ്ങനെയാണ് ഡേറ്റനെ അനലൈസ് ചെയ്യുന്നത്, ആ ഒരു ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡേറ്റ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് എന്നൊക്കെ വരുന്നത് അതിനുശേഷമാണ്. അപ്പൊ ആദ്യത്തെ ഈ പറയുന്ന ഷോർട്ട് കട്ട് കീസ് ഒക്കെ അറിയത്തില്ല എങ്കിൽ അതൊക്കെ ഒന്ന് പഠിച്ച്, മീൻസ് എന്റെ ഒപ്പം തന്നെ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ ക്ലിയർ ആകും. ഷോർട്ട് കട്ട് കീസ് ഒക്കെ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. സോ അത് യൂസ് ചെയ്ത് നോക്കുക, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആകും. ഓക്കെ, അപ്പം ബാക്കി ക്ലാസ് നാളെ കണ്ടിന്യൂ ചെയ്യാം. ഇത്രയും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് വരണേ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ, ലീവ് ചെയ്തോ.